അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി പറയാൻ വേണ്ടി അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യും കമ്പനിയെ കുറിച്ചും അല്ലെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. കമ്പനിയും പ്രൊഡക്റ്റൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്തില്ല നമുക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പ്രൊഡക്റ്റുകൾ പറഞ്ഞു കേട്ടിടത്തോളം നല്ല പ്രൊഡക്റ്റുകളാണ്. അപ്പൊ എന്താ അതൊക്കെ നല്ല സന്തോഷത്തോടുകൂടി എന്താ എന്തിനാ വന്നതെന്നുള്ളത് എനിക്കും തന്നെ ഇല്ല. അപ്പൊ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ആളെ പിടിക്കാൻ വന്നതാണ് എന്നൊരു മെന്റാലിറ്റിയിൽ ഇരിക്കാന്നോ അങ്ങനെ വന്നതാണെന്നോ നമുക്ക് എന്തില്ല ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അടുത്ത സുഹൃത്താണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഉൽപ്പന്നങ്ങൾ കേട്ടു, അതൊക്കെ നല്ലതാണെന്ന് തോന്നി. പിന്നെ ഇവരെന്ത് ചെയ്തു, ഒരു നോട്ട് പാഡും പെന്നൊക്കെ എടുത്തിട്ട് എഴുത്തു തുടങ്ങി. അതിൽ ഫസ്റ്റ് എഴുതിയത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. റീറ്റെയിൽ പ്രോഫിറ്റ്, ഒരു പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ ലാഭം കിട്ടും. അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത് നിങ്ങൾ വിൽക്കാൻ വന്നല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തെ കുറിച്ച് എന്തിനാ എന്റെ അടുത്ത് പറയുന്നത്, നമ്മൾ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അതിൽ നീ മൊത്തമായിട്ട് കേക്ക്, ഇത് വലിയൊരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ബിസിനസ് പ്ലാനിലേക്ക് കിടന്നു. ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒക്കെ അറിയുന്ന ഒരു പ്ലാൻ തന്നെയാണ്. ഒരു 10,000 മാച്ച് ചെയ്ത് 1,200 തുടങ്ങിയെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം ഇവിടെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എൻ്റെ അടുത്ത് ഇവരെന്ത് ചെയ്തു, വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം പറഞ്ഞു, ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്ത ഒരു ടീമിനെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയ്ക്ക് 2,10,000 രൂപ വരെ വരുമാനം കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ടതും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ ഈ ബിസിനസ്സിൽ ഒരു പരിധി വരെ തുടക്കത്തിൽ നെഗറ്റീവ് ആയിക്കൊണ്ട് വന്നൊരു സംഭവമാണ് ഈ 2,10,000 എന്ന് പറയുന്ന ഒരു ഫിഗർ. അതെന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാനൊരു നാട്ടുപ്രദേശം, ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ഒരു വയറിംഗ് പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ വയറിംഗ് പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് കിട്ടുന്നത് 600 രൂപയായിരുന്നു കൂലി. ആ 600 രൂപ ഒരു ദിവസം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര കഷ്ടപ്പെടണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പോഴാണ് ഇവർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, സോപ്പും പേസ്റ്റും വിറ്റ് കഴിഞ്ഞാൽ ആഴ്ചക്ക് 2,10,000 രൂപ കിട്ടുമെന്ന്. അപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും എന്ത് ചെയ്യും, ചിരിച്ചു പോകും. ഞാനും എന്ത് ചെയ്തു, അവരുടെ മുമ്പൊന്ന് ചിരിച്ചു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ ആരോ എന്തോ പറഞ്ഞ് പറ്റിച്ചതാണ്, ഇതൊന്നും നടപടിയാവുന്ന കേസല്ല പറഞ്ഞ അവരെന്ത് ചെയ്തു, ഒഴിവാക്കാൻ നോക്കി. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ ഒരാളെ ബിസിനസ് പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉടുമ്പിനെ പോലെയാണ്, പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിടൂല. ഇവരും എന്ത് ചെയ്യുന്നില്ല, എന്നെ വിടുന്നില്ല. ഇവര് പിന്നെയും പറഞ്ഞു തുടങ്ങി. പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഞാൻ 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്ന ഇവര് എന്നോട് പറഞ്ഞു തുടങ്ങി. ഞാൻ ഇന്ന് എങ്ങനെ ജീവിച്ചു അല്ലെ നാളെ അല്ലെ ഈ മാസത്തെ കാര്യങ്ങൾ എങ്ങനെ നടത്തി പോകുന്നു ചിന്തിക്കുന്നു, ഇവരെന്റെ 10 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നത്. നീ അങ്ങനെയാവും ഇങ്ങനെയാവും, ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് അങ്ങനെ ആക്കിയ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെന്തോ ആക്കിക്കോട്ടെ, എന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ദിവസം പൈസ കിട്ടാതെ നടക്കൂല. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇന്നെങ്ങനെ കഴിഞ്ഞു പോവാ, അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നടത്താം, അതുമല്ലെങ്കിൽ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഈ മാസം അല്ലെങ്കിൽ ഒരു മാസത്തെ അടവ് കാര്യങ്ങൾ എങ്ങനെ അടച്ചു പോവാന്ന് മാത്രമേ ഒരു സാധാരണക്കാരൻ ചിന്തിക്കാറുള്ളൂ. അടുത്ത മാസത്തെ കാര്യങ്ങൾ അടുത്ത മാസം അല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ബിസിനസ്സുകാർ അങ്ങനെയല്ല. ബിസിനസ്സുകാർ ഒരു 5-10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ഇന്നേ കാണുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്ന് കഞ്ഞി കുടിച്ചാലല്ലേ നാളെ ജീവിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ അവരെങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിച്ചു. പക്ഷെ അവർ വിടുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെന്തായാലും ഒഴിഞ്ഞു പോകില്ല എന്നുള്ളത് മനസ്സിലായി. ഇറക്കി വിടാൻ പറ്റുകയില്ല. കാരണം വീട്ടിലേക്ക് വന്ന വ്യക്തി എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിപ്പോയി. അപ്പൊ ഇവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പേസ്റ്റ്, നമ്മുടെ ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിന്റെ ഹെർബൽ പേസ്റ്റ്. എനിക്ക് ആ സമയത്ത് പല്ലുവെളുപ്പിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേസ്റ്റ് അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നൊരു പേസ്റ്റ് തന്നേക്ക്, ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു പേസ്റ്റ് വാങ്ങി മെല്ലെ അവരെന്ത് ചെയ്തു, പറഞ്ഞു വിട്ടു. ഞാൻ ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ആ പേസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ കാശ് കൊടുത്ത് വാങ്ങി. പക്ഷെ ആ പേസ്റ്റ് ഞാൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, വീട്ടിലാരും കൊടുത്തില്ല. കാരണം 10 രൂപന്റെ 20 രൂപന്റെ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്ന ഞാനാണ് 150 രൂപന്റെ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നത്. അതെനിക്ക് സ്വർണ്ണഖനി പോലെയായിരുന്നു. ഞാൻ മാത്രം ഉപയോഗിച്ചു. വീട്ടുകാരൊക്കെ പഴയ തന്നെ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ഞാൻ എന്റെ റൂമിൽ തന്നെ അത് വെച്ച് ഞാൻ മാത്രം ഉപയോഗിച്ചു. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു 4-5 ദിവസം ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്ക് പല്ലുകൾപ്പിന് ഭയങ്കര റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. ആ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സന്തോഷമാണല്ലോ, കാരണം കുറെ നാളായിട്ട് എനിക്കുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അത് മാറി കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എന്റെ ഈ സുഹൃത്തിനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, പേസ്റ്റ് അടിപൊളി സാധനമായിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, പേസ്റ്റ് മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റും അടിപൊളിയാണ്, അതിലുപരി ബിസിനസ് അതിൽ അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വിളിച്ചത് കുടുങ്ങിയില്ലോ എന്നായിപ്പോയി. പിന്നെ ഫോണിൽ കൂടിയായി അദ്ദേഹം മോട്ടിവേഷനും ബിസിനസിനെ കുറിച്ചും പറയല്.
പിന്നെ ഫോൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു, കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ തിരക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ അന്ന് ഞാൻ പണിക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ എന്നെ കാത്ത് രണ്ടുപേര് പിന്നെയും വീട്ടിലിരിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കറിയാലോ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ. അന്ന് നമുക്ക് എന്ത് ഫോളോ അപ്പ്, പക്ഷെ ഇവർക്ക് കറക്റ്റായിട്ട് ബിസിനസ് അറിയാം. ഇവരെന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്ന് പിന്നെയും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു, എന്നോട് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് നിരന്തരം ശല്യപ്പെടുത്തി ഞങ്ങൾ പലവട്ടം എന്റെ വീട്ടിൽ കയറി ഇറങ്ങുകയും എന്നെ ഫോണിൽ കൂടെ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്തു, കുറെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്കത് വിൽക്കലൊന്നും നടക്കൂല, ഞാൻ വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് അവരെന്ത് ചെയ്തു, എന്നാ നീ ചെയ്യണ്ട, നീ സാധനം ഉപയോഗിച്ചോ, നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് എന്ത് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ, നീ അതിലൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അയ്യോ, ശനിയാഴ്ച എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് അവരുടെ പോക്കറ്റ് നിറയുന്ന ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബുധനാഴ്ച വരുമാനം കിട്ടുന്നെങ്കിൽ ആൾ കൂലിപ്പണിക്കാർക്ക് ശനിയാഴ്ചയാണ് എന്ത് ചെയ്യുക, വരുമാനം കിട്ടുക. അപ്പൊ അന്ന് പോയില്ലെങ്കിൽ, അന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ശനിയാഴ്ച നടക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ നിർബന്ധിച്ച് എന്നെ എന്ത് ചെയ്തു, തന്ത്രപരമായിട്ട് ആ മീറ്റിംഗിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സുൽത്താൻ ബത്തേരിയിൽ ആ ഒരു പ്രോഗ്രാമിന് മനസ്സോടുകൂടി ഞാൻ പോയി, ഒരു GTS പ്രോഗ്രാമിന് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. കാരണം ഒരു 350 മുകളിലുള്ള ആൾക്കാർ ഞാനന്ന് പോയപ്പോൾ ആ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. അപ്പോ ആദ്യം എന്റെ മൈൻഡിലേക്ക് വന്നൊരു ചിന്ത എന്ന് പറയുന്നത്, ഇത്രയും ആൾക്കാർ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഒരു കാര്യമില്ലാതെ ചെയ്യില്ലല്ലോ. ആരും സമയം കളയാൻ വേണ്ടി ഒരു ബിസിനസ് അല്ലെ ഒരു സംഭവത്തിലേക്ക് ആരും ഇറങ്ങിത്തിരിക്കില്ല. എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർ ചെയ്യുള്ളൂ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷെ എന്നാലും ഞാനത് വലിയ കാര്യമായി ചിന്തിച്ചില്ല. പിന്നെ ഹോളിലേക്കൊക്കെ കയറിയിരുന്നു. അവിടെ നമ്മുടെ GTS പ്രസന്റേഷൻ അത് നടന്നു. അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് എന്ത് ചെയ്തു, എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പൊ അതങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞതിൽ പല തരത്തിലുള്ള, അല്ലെ പല മേഖലയിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ കാണാൻ സാധിച്ചു. അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ പറ്റി. അതിൽ എന്നെ പോലെ വയറിംഗ് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതിലുപരി ടൈലിന്റെ പണിക്ക്, അതേപോലെ പിന്നെ ടീച്ചർമാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പല മേഖലയിൽ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്തു പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മനസ്സോടുകൂടിയാണ് അവിടെ പോയത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് പറയുന്ന ആൾക്കാരൊന്നും എനിക്ക് ഇതിനു മുമ്പ് എന്തില്ല, ഒരു പരിചയമില്ല. ഇപ്പൊ ഈ മീറ്റിങ്ങിലുള്ള ആൾക്കാരും ചിലപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുമായിരിക്കും. എന്റെ പേര് എന്നതാന്ന് പറഞ്ഞു, ഞാൻ ചെയ്തത് വയറിംഗ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞു. ആ ഒരു അറിവേ നിങ്ങൾക്ക് എന്തുള്ളൂ, എന്നെ കുറിച്ചുള്ളൂ. ഇതേപോലെ ഈ ഒരു മൈൻഡിലാണ് ഞാൻ അവിടെ പ്രോഗ്രാമിന് ഇരുന്നത്. കാരണം അവിടെ വന്ന എക്സ്പീരിയൻസ് പറയുന്നവരൊന്നും എനിക്കൊരു ഒരു പരിചയമില്ല. അവർ ഏത് മേഖലയാണ് ചെയ്തതെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഇതൊക്കെ നമ്മളെ വീഴ്ത്താൻ വേണ്ടി ആൾക്കാർ പറയുന്നതെന്നുള്ള മെന്റാലിറ്റിയിലാണ് ഞാൻ അവിടെ ഇരുന്നത്. എന്നാലും അതൊക്കെ എന്ത് ചെയ്തു, അങ്ങനെ ഇരുന്ന് കേട്ടു. അവസാനം ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗസ്റ്റ് എന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയേഷ് എന്നാണ്, പ്രിയേഷ് PK എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വയനാട് അമ്പലയിൽ സ്വദേശി തന്നെയാണ്, എന്റെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ എന്ത് ചെയ്തു, ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ഞെട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന മാറ്റമാണ്, അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന മാറ്റം എന്നെ വളരെ ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഒരു 16 വർഷത്തോളം ഡ്രൈവ് മേഖലയിൽ വർക്ക് ചെയ്ത ഒരു ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം. എന്റെ വീടിന്റെ മുമ്പിൽ കൂടെയൊക്കെ ലോക്കൽ ജീപ്പ്, ലോക്കൽ ടാക്സി ഒക്കെ ഓടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടാണ്ട് ലോറി, ഇങ്ങനെയുള്ള പല വണ്ടികളിലും അദ്ദേഹം ഡ്രൈവറായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അമ്പലവയലിലെ ഏറ്റവും അടിപിടി കേസുകളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. കാരണം പാർട്ടിപരമായിട്ടൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു 6 വർഷം മുമ്പ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഈ ബിസിനസ്സിൽ കൂടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു മാറ്റങ്ങളാണ് എന്നെ ഈ ബിസിനസ് ചെയ്യാൻ ഒരു പരിധി വരെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം അന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ആ പ്രോഗ്രാമിൽ വന്നപ്പോൾ കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ, സീലിംഗ് അച്ചീവർ വിത്ത് റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ നിന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ലീഡറാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ എന്റെ ഏറ്റവും ഞാനൊരു മെന്ററായി കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അപ്പോ അന്ന് അദ്ദേഹം ഈ ബിസിനസ് കൂടി രണ്ടാഴ്ച 2,10,000 വരുമാനം അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂ ഒന്നും തുടർച്ചയായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹം എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, ഈ 2,10,000 ആണല്ലോ നമ്മളിങ്ങനെ എന്താണ് ഒന്നും അങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ കാക്കി ഷർട്ടും കാവി മുണ്ടുകൊടുത്ത് വന്ന വ്യക്തി പാട്ടും പിന്നെ പാന്റും ഷൂസും അതേപോലെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഒരു 10.5 ലക്ഷം രൂപേന്റെ I-20 കാറിലൊക്കെയാണ് അദ്ദേഹം അങ്ങോട്ട് വന്നത്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചു, ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണോ?
എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്റെ വീട്ടിൽ ഇവരിതാ എന്നോട് വന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോഴൊന്നും ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വരുമാനം കിട്ടുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യേ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. പ്രോഗ്രാമിൽ വന്ന ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ കൂട്ടി അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് i20 കാറിന്റെ ഉള്ളിലേക്ക് പോയി. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഞ്ഞിക്കര ഒന്ന് ഒഴിവാക്കി തരുമോ? എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കി തരുമോ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ വരുമാനത്തിന്റെ കാര്യം എന്റെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ സംശയമായി നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ വണ്ടിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാങ്ക് പാസ്ബുക്കും അതേപോലെ സ്റ്റേറ്റ്മെന്റും എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. അതിൽ കൃത്യമായിട്ട് ആഴ്ചയ്ക്ക് 2,10,000 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഒരു തീരുമാനം വന്നു. ഇതെന്തായാലും കിട്ടും, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായി. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ബാങ്ക് പാസ്ബുക്കിലൊന്നും എന്തേമല്ല, നമുക്ക് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു കൃത്രിമം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം എന്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ചെറുപ്പം മുതലേ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പണം ഉണ്ടാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാന്. കാരണം പണമാണ് ജീവിതത്തിൽ എല്ലാം എന്ന് ഞാൻ പറയില്ല, എന്നാലും പണം ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സംഭവം നമുക്ക് വരുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പണത്തിന്റെ മൂല്യം എന്താണ് ലൈഫിൽ എന്ന് നമുക്കൊക്കെ വളരെ ചെറുപ്പത്തിലേ മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നല്ല രീതിയിൽ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തില്ല, വലിയ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ഒരു സാധാരണക്കാരന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെ വലിയൊരു സമ്പന്നനാവാൻ കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ശക്തമായി ഏറ്റെടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഒരു GTS കഴിഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്തു, കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ലീഡർ, എന്നെ ബിസിനസ് പരിചയപ്പെടുത്താൻ വന്ന ലീഡർ എന്ത് ചെയ്തു, ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. ലിസ്റ്റൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു 20,000 രൂപയുടെ ലിസ്റ്റായി. 20,000 രൂപയുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ 200 രൂപ പോലും കയ്യിലുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു പ്രോഗ്രാം ഒക്കെ പങ്കെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ കയറുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ എലിയെ പോലെ ആയിരിക്കും. പ്രോഗ്രാം പങ്കെടുത്ത് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പുലിയെ പോലെയാണ്. പിന്നെ കുറച്ചു നേരത്തേക്ക് നമ്മളൊന്നും ആയിരിക്കില്ല അവിടെ സംസാരിക്കുന്നുണ്ടാവുക. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ പുറത്തേക്ക് വരാനുണ്ടാവും. അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പോയി ലിസ്റ്റൊക്കെ ഇട്ടത്. അപ്പൊ നമുക്ക് എന്തില്ല, ഒരു കുഴപ്പമില്ല, ഇട്ടോ എന്ന് പറഞ്ഞു. ഇട്ട് കഴിഞ്ഞപ്പോൾ 20,000 രൂപയുടെ ലിസ്റ്റായി. പക്ഷെ 20,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, നമുക്ക് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പിന്നെ ഓട്ടായി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണല്ലോ. അങ്ങനെ വീട്ടുകാരുടെ അടുത്ത് എന്ത് ചെയ്തു, പോയിട്ട് കാര്യം പറഞ്ഞു. വീട്ടിൽ അമ്മേന്റെ അടുത്ത് ചോദിച്ചു പൈസ, ഭാഗ്യത്തിന് അമ്മ തന്നില്ല. ലാസ്റ്റ് നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, കുടുംബക്കാരുടെ അടുത്ത് ചോദിച്ചു. ഒരാളും എന്ത് ചെയ്തില്ല, പൈസ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. കേട്ടത് നമ്മളാണ്. വീട്ടുകാരോടൊന്നും ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ളതും അല്ലെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് ആ സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പണം എങ്ങനെ ഉണ്ടാക്കും എവിടുന്ന് കിട്ടുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് പ്രിയേഷ് സാറിന്റെ എക്സ്പീരിയൻസ് എന്റെ മൈൻഡിൽ കൂടെ എങ്ങനെ എന്ത് ചെയ്തേ, ആ പ്രോഗ്രാമിൽ പറഞ്ഞത് ഞാനിങ്ങനെ ഓർത്തത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തോട് ഒരു സുഹൃത്ത് ഈ ബിസിനസ് പരിചയപ്പെടുത്തിയപ്പോൾ ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല, ഒരു പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹത്തിനെ ഈ ബിസിനസ് പരിചയപ്പെടുത്താൻ വന്ന വ്യക്തി അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, 16 വർഷം നീ ഡ്രൈവിംഗ് മേഖലയിൽ പണിയെടുത്തിട്ടും ഒരു അത്യാവശ്യം വന്നപ്പോൾ ഒരു 10,000 രൂപ പോലും എടുക്കാനില്ലെങ്കിൽ ഇനി നീ ഒരു 20 വർഷം കൂടി അതേ മേഖലയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും, നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആ വ്യക്തി പ്രിയേഷ് സാറിനോട് ചോദിച്ചു. ആ ചോദിച്ച വ്യക്തി വേറെ ആരുമല്ല, ഇന്ന് കമ്പനിയുടെ WTC പ്ലസ് ഗോൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സോമകുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു പ്രിയേഷ് സാർ. അപ്പോ ഇത് എന്റെ മൈൻഡിലേക്കും വന്നു. ഞാനിപ്പോ ഇത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് പിന്നെ ഈ ബിസിനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എത്രയും വർഷം, 6-7 വർഷം വയറ് മേഖലയിൽ പണിയെടുത്തിട്ട് ഒരു 5,000, 10,000 അല്ലെങ്കിൽ 20,000 പോലും മാറ്റിവെക്കാനില്ലെങ്കിൽ ഇനിയും ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് എന്തായിരിക്കും കാര്യം എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 20 വർഷം എനിക്ക് അവിടെ പണിയെടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ മേഖലയിൽ വയറ് മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞാൽ എന്റെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആ മേഖലയിൽ 20 വർഷം പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മുമ്പേ ഈ വഴിയെ സഞ്ചരിച്ച ഒരുപാട് ആൾക്കാർ എന്തുണ്ടായിരുന്നു, എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ എന്ത് ചെയ്തു, ആ സമയത്തൊന്ന് ചിന്തിച്ചു. അപ്പോ ഞാൻ ഒരു കോൺട്രാക്ടറുടെ കീഴിലായിരുന്നു പണിയെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്റെ മുതലാളി എന്ന് പറയുന്നത് 20 വർഷത്തിന് മുകളിൽ 10-25 വർഷത്തിന്റെ അടുത്ത് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ സമയം കൊണ്ട് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു വീട് കയറി കിടക്കാന്, അതേപോലെ ഒരു മാരുതി 800 ഒരു സെക്കൻഡ് ഹാൻഡ് കാറുമാണ് അദ്ദേഹം ചെയ്തത് വാങ്ങിയിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറയാനുള്ളത്.
പക്ഷെ വീട് വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടാണ്, കാറ് വാങ്ങിയതും ലോൺ എടുത്തിട്ടാണ്, എല്ലാം ലോണിന്റെ പുറത്താണ്. ഒന്നും എന്തില്ല, ബാധ്യത ഇല്ലാതെ മൂപ്പർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ജീവിച്ചു പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. വലിയ മാറ്റങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചും ഞാനൊരു 20 വർഷം പണിയെടുത്ത് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഇതിൽ നിന്ന് വലിയ ബെറ്ററിലേക്കൊന്നും എന്ത് ചെയ്യില്ല, പോവില്ല എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ വന്നു. അങ്ങനെ പിയേഴ്സ് സാറിന്റെ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ആ പ്രോജക്റ്റ് എടുക്കാൻ 10,000 രൂപ ഇല്ലാണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കമ്മല് വിറ്റിട്ടാണ് എന്ത് ചെയ്തത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്ത് ചെയ്തു, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. ആള് കല്യാണം കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂരിലാണ്. അപ്പൊ എന്ത് ചെയ്തു, പെങ്ങളുടെ അടുത്തും കൂടി ചോദിച്ചു നോക്കാന്നുള്ള രീതിയിൽ പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്തു, നിലമ്പൂരിലേക്ക് വണ്ടി കയറി പെങ്ങളുടെ അടുത്ത് പോയി പെങ്ങളോട് കാര്യം പറഞ്ഞു. ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്താക്കും, അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, 5 വർഷം കഴിഞ്ഞ് എങ്ങനെയാക്കും, അല്ലെ 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരിക്കും, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പെങ്ങളെ കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നു. പെങ്ങള് എടുത്തു വായിക്കുന്ന പറഞ്ഞു. കാരണം ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ഒരു അശരീരി പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിൽ എന്താ പോകുന്നത് വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പെങ്ങൾക്കും മനസ്സിലായി ഞാൻ വന്നത് എന്തിനാന്നുള്ളത്. അപ്പൊ പെങ്ങള് പറഞ്ഞു, നീ ആദ്യം കൊണ്ടുപോയതൊക്കെ ഒന്ന് തിരിച്ചതാ, എന്നിട്ട് എന്ത് കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞു, കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊണ്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് കൈ കിട്ടിയിരിക്കുന്നത്. ഇതെന്റെ അവസാനമായിട്ടുള്ള വാങ്ങലാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. പെങ്ങളും എന്ത് ചെയ്യുന്നില്ല, അടുകുന്നില്ല. ലാസ്റ്റ് 2 ദിവസം ഞാൻ പെങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്തു, കുത്തിയിരിപ്പ് സമരം നടത്തി. ഇങ്ങനെ പെങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു, ബ്രെയിൻ വാഷ് ചെയ്ത് 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 തിരിച്ചു പോന്നപ്പോ കമ്മലൊന്നും കിട്ടിയില്ല. കാരണം കമ്മല് കിട്ടിയാൽ നമുക്ക് 10,000-ന്റെ അടുത്തല്ലേ കിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് 20,000, കുറച്ചും കൂടി കട്ടിയുള്ളത് വേണം. അപ്പൊ പോന്നപ്പോ എന്ത് ചെയ്തു, കൈ കിടന്നൊരു വള ഊരിക്കൊണ്ട് പോന്നു. ആ വളയും കൊണ്ട് പോന്നു. വീട്ടിലേക്കൊന്നും കയറിയില്ല. നേരെ അമ്പലവയല് പോയിട്ട് എന്ത് ചെയ്തു, ഒരു ബാങ്കിൽ പണയം വെക്കാന്ന് ചിന്തിച്ചു. പണയം വെക്കാൻ പോയപ്പോ എന്തില്ല, 20,000 രൂപ കിട്ടുകയില്ല അതിന്. പെട്ട് നമ്മുടെ ലക്ഷ്യം 20,000 രൂപയാണ്. അപ്പൊ എന്ത് ചെയ്യും ബാക്കി പൈസക്ക് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പ്രിയേഷ് സാർ പറഞ്ഞ ഒരു കാര്യം കൂടി എന്റെ മൈൻഡിലേക്ക് വന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണം വാങ്ങി കയ്യിലും കാലിലും കഴുത്തിലും ഇട്ടവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. സ്വർണം വിറ്റ ബോബി ചെമ്മണ്ണൂരും മലബാർ ഗോൾഡുകാരൊക്കെയാണ് എന്ത് ചെയ്തത്, ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ചിന്തിച്ചപ്പോ എന്താണ് സംഭവം, ശരിയാണ്. എന്റെ പെങ്ങളും അല്ലെ എന്റെ അമ്മയാണെങ്കിലൊക്കെ എന്തുണ്ട്, സ്വർണം വാങ്ങി കയ്യിലും കാലിലും കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്തില്ല, അവർക്ക് ദാരിദ്ര്യം തന്നെ പറയാനുള്ളൂ. പക്ഷെ ഇത് വിറ്റ ബോബി ചെമ്മണ്ണൂരവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് സമൂഹത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഞാനും ഒന്നും ചിന്തിച്ചില്ല, എന്തായാലും എന്റെ സ്വർണ്ണം അല്ലല്ലോ, അങ്ങ് വിറ്റേക്കാന്ന് വെച്ചു. നേരെ എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ചു വാങ്ങിയിട്ട് ഞാൻ താഴെ ഒരു ഐശ്വര്യ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു. ഞാനും ആ സ്വർണ്ണക്കടക്കാരന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. നേരെ കൊണ്ട് വിറ്റു. വിറ്റപ്പോ 19,000 രൂപ കിട്ടി. പിന്നൊരു ചെറിയ എമൗണ്ടിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അവിടെ നിന്നൊക്കെ റെഡിയാക്കിയിട്ട് 20,000 രൂപ റൗണ്ട് ആക്കിയിട്ട് എന്ത് ചെയ്തു, സുഹൃത്തിന് കൊണ്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 2 പെട്ടി വീട്ടിലേക്ക് വന്നു. പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റാറുടെ നമ്മൾ ഈ ഇലക്ഷനൊക്കെ ആകുമ്പോൾ കൊടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫുള്ള് ചുമപ്പ് കളറ്, ഫുള്ള് ചുമപ്പ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്താ എങ്ങനെയാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും ഒരേപോലെ. ഇതെന്താക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്റെ മൈൻഡിൽ എന്താണ്, ഇത് വീട്ടുകാർ ഈ സ്വർണ്ണം വിറ്ററിയുന്നതിന് മുമ്പ് ഇത് വിറ്റിട്ട് എന്ത് ചെയ്യണം, പെങ്ങൾക്ക് വള വാങ്ങി കൊടുക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. സാധനം വന്ന് നോക്കിയില്ല. വേഗം ബാഗിൽ പെറുക്കിയാക്കി എടുത്ത് തോളത്തിട്ടു. നേരെ എന്ത് ചെയ്തു, സാധനം വിൽക്കാൻ വേണ്ടി ഇറങ്ങി. അയൽവക്കത്തുള്ള വീടുകളിൽ കൂടെ കയറി, കുറച്ച് അപ്പുറത്തേക്കുള്ള വീടുകളിൽ കൂടെ കയറി. അങ്ങനെ കയറി ഇറങ്ങി ഒരു 3-4 കിലോമീറ്റർ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഈ സാധനം തൂക്കി നടന്നു. കയറുന്ന വീട്ടിൽ നിന്നൊക്കെ വിട്ടോ 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 എന്നാണ് പറയുന്നത്. ഇവരെന്തോ എന്തോ ഒരു ഭീകരജീവിനെ കാണുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ ആൾക്കാർ കാണുന്നത്. കാരണം അപ്പത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ നാട്ടിൽ കുറച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനമൊക്കെ വരുന്നതിന് മുമ്പ്, ഞാൻ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പോയി പറയുമ്പോൾ എന്തില്ല, ആൾക്കാർ ഇത് കേൾക്കാൻ തയ്യാറാവുന്നില്ല, ഒരു സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാവുന്നില്ല. അപ്പൊ തന്നെ എന്ത്, രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ ഞാനന്ന് ഈ സാധനം വിൽക്കാൻ വേണ്ടി എന്തുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ വള വിറ്റത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ, ഇത് ഇവർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. പറയുന്നതിന് മുമ്പ് ഇത് തിരിച്ചെടുത്ത് കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് ചെയ്തു ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അതൊരു മാർച്ച് മാസം കൂടിയാണ്, ഒടുക്കത്തെ വെയിലും, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് പോയപ്പോ ബലൂണിൽ കാറ്റടിച്ച മൈൻഡ് സെറ്റിലാണ് പോയത്. തിരിച്ചു വന്നപ്പോ എന്ത് ചെയ്തു, കാറ്റ് അഴിച്ചു വിട്ട പോലെയായി. മൈൻഡൊക്കെ എന്ത് ചെയ്തു, മൊത്തം ഡൗൺ ആയി. ഞാൻ നേരെ വിളിച്ചു, സുഹൃത്തിനെ വിളിച്ചു. എന്റെ പൊന്നടാ, ഇതെന്നെ കൊണ്ട് നടക്കൂല, നീ ആ പൈസ തിരിച്ചു തന്നിട്ട് ഈ സാധനം ഒന്ന് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞു. അത് മൂപ്പര് നേരെ എന്ത് ചെയ്തു, അതിന്റെ മുകളിൽ നമ്മളെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലൈൻ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു, ഇതിനെ എന്തുണ്ട് എന്നൊക്കെ ചോദിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഈ പരിപാടി എന്നെ കൊണ്ട് നടക്കൂല, നിങ്ങളെ പൈസ തന്നിട്ട് ഈ സാധനം എങ്ങനെയാലും ഒന്ന് കൊണ്ടുപോകണം.
എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് സംഭവം സിമ്പിളാണ്, പക്ഷെ ഇത് പറഞ്ഞ പോലെ ഒന്നും എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, നിങ്ങളോട് ഒറ്റയ്ക്ക് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഇതൊരു ടീം വർക്കാണ്, നമ്മളിത് ഒന്നിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. നമ്മൾ വീട് വീട് കയറി ഇറങ്ങി വിൽക്കേണ്ട ഒരു പരിപാടിയല്ല ഇത്, നമ്മുടെ ഈ ബിസിനസ്സിന് ഒരു സിസ്റ്റം ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ കുറെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നു. ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, അങ്ങനെ ഇരുന്നപ്പോ പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം എന്ത് ചെയ്തു, എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാധനം എടുക്കുക, നമുക്ക് പോകാമെന്ന് പറഞ്ഞു, റീറ്റെയിലിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇദ്ദേഹം എന്റെ കൂടെ വന്നു റീറ്റെയിലിന്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വട്ടം കയറിയ വീട്ടിലേക്ക് അടുത്ത വട്ടം കയറാൻ വേണ്ടാന്ന് പറഞ്ഞിടത്തേക്ക് നമ്മൾ കയറാൻ പിന്നെ തയ്യാറാവില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ എതിലെയാ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തൂടെയാ പോയെന്ന് പറഞ്ഞു. എന്നാ ഇന്നും നമുക്ക് അതിലേ പോവാന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അതേ വഴി കൂടെ, ഞാൻ കയറി ഇറങ്ങിയ വീടുകളിൽ കൂടെ തന്നെ എന്നെ കയറ്റി. അപ്പോൾ ഞാൻ പോയപ്പോൾ സാധനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരും ഞാൻ പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കാൻ തയ്യാറാവാത്ത വ്യക്തികളും ഒക്കെ എന്ത് ചെയ്തു, ഇദ്ദേഹം ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ കണ്ണിമ വെട്ടാതെ എന്ത് ചെയ്തു, ഇത് കേട്ട് നിൽക്കുകയും വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ ആ പ്രൊഡക്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങാനും തയ്യാറായി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ഞാനിവിടെ എടുത്തു പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ ഈ പ്രൊഡക്റ്റും കൊണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പേസ്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പേസ്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ഞാനന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബാക്കി ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു നോളജ് ഉണ്ടായിരുന്നില്ല, ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ എന്തില്ല, കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ, കോൺഫിഡന്റോട് കൂടി പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, ആവശ്യക്കാരായി മാറി എന്നുള്ളതാണ്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പോയിട്ടും ഒരു സോപ്പ് മാത്രമാണ് അന്ന് എനിക്ക് വിൽക്കാൻ പറ്റിയത്. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ. പക്ഷെ ഇദ്ദേഹത്തിനെ കൂട്ടി പോയപ്പോൾ ഒരു 10-15 വീട് കയറിയപ്പോഴത്തേക്കും എനിക്ക് ഒരു 5000-6000 രൂപയുടെ അടുത്ത് സാധനങ്ങൾ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യത്തിന് വലിയ വിലയുണ്ട് എന്നുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിച്ച് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ശക്തമായിട്ട് അദ്ദേഹം എന്റെ കൂടെ നിന്ന് എന്റെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ എന്റെ പരമാവധി സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും കുടുംബക്കാരെയും ഒക്കെ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ കൂട്ടിപ്പോയി കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ 20,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരാഴ്ച കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, റീറ്റെയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 20,000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എല്ലാം എഴുതി വെക്കും, കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി വെക്കുന്ന ഒരാളാണ്. അങ്ങനെ എഴുതി വെച്ച് കൂട്ടി നോക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് വിറ്റ് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 9,000 രൂപയുടെ അടുത്തുണ്ട്. 8,900 സംതിങ് രൂപ എനിക്ക് ലാഭം മാത്രം കിട്ടിയത്. ഞാൻ അവിടെ വയറിംഗ് പണിക്ക് ഒരാഴ്ച പോയി കഴിഞ്ഞാൽ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 3,600 രൂപയാണ്. 600 രൂപ വെച്ചിട്ട് ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഓവർ ടൈം പണിയെടുക്കണം. പക്ഷെ ഇവിടെ എന്നെ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെയും വീട്ടുകളിൽ കൂടെ പോയിട്ട് ചായയും മിച്ചറും കഴിച്ചു വന്നപ്പോൾ കിട്ടിയ ലാഭമാണ് ഈ 9,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു, ഏതാണ് ബെറ്റർ. നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ, എന്ത് കാര്യം കിട്ടിയാലും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ നല്ലത് ഇതാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പഠിക്കാം, അല്ലെ കൂടുതലായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം ഇറങ്ങിയപ്പോൾ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്തുണ്ട്, ആവശ്യക്കാരുണ്ട്, ഉപയോഗിക്കുന്നവർക്കൊക്കെ എന്തുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, പ്രൊഡക്റ്റുകൾ റീപർച്ചേസ് ചെയ്യാൻ തുടങ്ങി. റീപർച്ചേസ് ചെയ്ത് വീണ്ടും അടുത്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഒരു ഹോം ഷോപ്പിംഗ് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ലോണും കാര്യങ്ങളും, ഒരു പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു 1,50,000 രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്തു, നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒരു 10-40 കുടുംബങ്ങളെയൊക്കെ നോട്ടീസ് അടിച്ച് വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ഹോം ഷോപ്പിയായിട്ട് ഞാൻ വീട്ടിൽ ശക്തമായിട്ട് ഈ ബിസിനസ് അങ്ങ് ആരംഭിച്ചു. അങ്ങനെ നല്ല രീതിയിൽ റീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വരുമാനമൊക്കെ ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിന്റെ കൂടെ നമ്മുടെ പണിക്കും നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം യാദർശികമായിട്ട് പ്രിയേഷ് സാറിന്റെ അമ്പലം ടൗണിൽ വെച്ച് കാണാൻ ഇടയായി. അപ്പൊ പ്രിയേഷ് സാർ അന്നും എന്റെ അടുത്ത് ചോദിച്ചു, ഇതിനെ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ സൂപ്പറാണ്, അടിപൊളിയാണ്, ഉഷാറായി നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തന്നെ പ്രിയ സാർ എന്റെ അടുത്ത് ചോദിച്ചു, ഇതിനെ എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിനെ നല്ല ഇപ്പൊ ഉത്തരം പറഞ്ഞത്, ഇത് പിന്നെയും ചോദിക്കുന്നു, ഇയാൾക്കല്ല ചെവിക്ക് കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇദ്ദേഹം ബിസിനസ് എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്താണ്, ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡിലല്ല ഞാൻ എന്ത് ചെയ്ത ബിസിനസ് അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കൺസ്റ്റമർ മൈൻഡിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധനം വാങ്ങുക, കൊടുക്കുക, ലാഭം ഉണ്ടാക്കുക, സാധനം വാങ്ങുക, കൊടുക്കുക, ലാഭം ഉണ്ടാക്കുക. കാരണം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റൊരാൾക്കാരിലേക്ക് എത്തിക്കാൻ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യില്ല, സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം റീറ്റെയിൽ എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകമാണ്, നമ്മൾ ചെയ്താൽ മാത്രം കിട്ടുന്ന വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ എന്താണ്, ബിസിനസ് ചെയ്ത് നമ്മുടെ നാളെകളെ
സെറ്റാക്കാൻ വേണ്ടി, അല്ലെ ഫ്യൂച്ചർ സെറ്റാക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ്, അല്ലെ നമ്മുടെ ഫാമിലിയെ സെറ്റാക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ്. അങ്ങനെ നമുക്ക് സെറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ടീം വേണം. ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് എന്തില്ല, ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രിയേഷ് സാർ അന്ന് എനിക്ക് എന്ത് ചെയ്തു, കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ മനസ്സിലായി എന്തായാലും ഇവിടെ കുറച്ച് ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നൊരു മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മെല്ലെ മെല്ലെ അടുത്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ശക്തമായിട്ട് നമുക്കറിയാം, നമുക്കിപ്പോ ഈ ബിസിനസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കുറച്ച് ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഈ നമുക്ക് ഒരു സൈഡ് ഇവൻ, അപ്പുറത്തെ സൈഡ് ഇവൻ, ഇവര് വന്നാൽ നമ്മളങ്ങ് സെറ്റായി എന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് എന്ത് ചെയ്തു, ഈ അവസരം പരിചയപ്പെടുത്താൻ വേണ്ടി പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയിലും വിപരീതമായിട്ടാണ് എന്ത് ചെയ്തത്, സംഭവിച്ചത്. എല്ലാവരും പറഞ്ഞു സംഭവമൊക്കെ അടിപൊളിയാണ്, നീ ചെയ്തോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്ത് അനുഗ്രഹിച്ചു വിട്ടു. പക്ഷെ നമ്മുടെ ഉള്ളിൽ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ട് നിന്നത്. വെറുതെ ഒരു ആൾ എന്തെങ്കിലും പറയുന്ന കേട്ടിട്ടായിരുന്നില്ല ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സമയം കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ പഠിച്ചു. പലരും നെഗറ്റീവ് പറഞ്ഞപ്പോഴും അതൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, ഉള്ളിലേക്ക് എടുത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ ഡ്രീമുകളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എത്തിപ്പിടിക്കാൻ ഒരു സാധാരണക്കാരൻ ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലേക്ക് ദൈവം വെച്ച് നീട്ടിയത് എന്ന് എനിക്ക് എന്ത് ചെയ്തു, മനസ്സിലായി എന്നുള്ളതാണ്. അത് മനസ്സിലായതുകൊണ്ട് അപ്പോ അങ്ങനെ കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അതിനൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, ചിന്തിക്കാറോ അല്ല അതിനൊന്നും ഞാൻ മൈൻഡാക്കാറോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇല്ല നീ ചെയ്തോന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിട്ടോടൊക്കെ ഞാൻ പറഞ്ഞ ഓക്കെ, എല്ലാവരോടും ഒരു ചിരിയും ചിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോരും. പക്ഷെ നമ്മൾ അടുത്ത ആൾക്കാരെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരുന്നു, വീണ്ടും വീണ്ടും ആൾക്കാരെ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ പല പല ആൾക്കാരിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും എൻ്റെ ബിസിനസ്സിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരികയും മെല്ലെ മെല്ലെ അവരും ഈ ബിസിനസ്സുകൾ ഏറ്റെടുക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു 4-5 പേരുടെ ടീമൊക്കെ ആയി കഴിഞ്ഞ് ശക്തമായി ബിസിനസ്സായി മുമ്പോട്ട് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു വർക്കിന് വയനാട് മാനന്തവാടി ഒരു വർക്കിന് പോയി വരുമ്പോൾ ഒരു വൈകുന്നേര സമയം എന്റെ ബൈക്കൊന്ന് എന്ത് ചെയ്തു, ഒന്ന് ആക്സിഡന്റ് ആയി. അങ്ങനെ ആ ആക്സിഡന്റിൽ എന്ത് ചെയ്തു, ഒരു 1.5 മാസം എനിക്ക് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ 1.5 മാസം ഞാൻ ബെഡ് റെസ്റ്റിൽ കിടന്നപ്പോൾ പോലും എന്റെ കൂടെ വന്ന ആൾക്കാരെ എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അവർ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ ബെഡിൽ കിടന്നപ്പോൾ പോലും എല്ലാ ആഴ്ചകളിലും ചെറിയ ചെറിയ വരുമാനങ്ങൾ വന്നു എന്നുള്ളതാണ്. അതിൽ 1500 രൂപ, 1000 രൂപ, 800 രൂപ, 900 രൂപ, അങ്ങനെ പല എമൗണ്ടുകൾ. വലുതൊന്നും വരാൻ ഞാൻ ആ സമയത്ത് സ്റ്റാർട്ടിങ് സമയമാണ്, അപ്പൊ വലിയ വരുമാനമൊന്നുമല്ല. പക്ഷെ ചെറിയ ചെറിയ വരുമാനങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നാളെ ഒരു ടീം ഉണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റാണ്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് ചെറിയ രീതിയിലാണെങ്കിൽ ആ സമയത്ത് എനിക്കൊന്ന് ആസ്വദിക്കാൻ പറ്റി. എന്റെ ട്രീറ്റ്മെന്റിനുള്ള പൈസയാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫോൺ റീചാർജ് ചെയ്യാനുള്ള പൈസയാണെങ്കിലും എനിക്ക് വീട്ടുകാരുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ആ രീതിയിൽ എനിക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ വന്നപ്പോൾ ഒന്നും കൂടി എന്റെ മൈൻഡിലേക്ക് ഈ ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കയറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു 1.5 മാസം ബെഡ് റെസ്റ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഇനി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു MA ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്തു. വയറിംഗ് പണിയും എല്ലാ ജോലികളും മൊത്തം ഉപേക്ഷിച്ച് ഈ ബിസിനസിന് ഒരു ലൈഫ് ടൈം കരിയറായിട്ട് ശക്തമായി ഏറ്റെടുത്തു. അപ്പോൾ ഞാൻ ആ ബെഡിൽ റെസ്റ്റ് ആയിട്ട് കിടന്ന സമയത്തൊക്കെ എന്റെ ടീം എന്ത് ചെയ്ത് എന്നിലൂടെ വന്ന ആൾക്കാരിലൂടെ മെല്ലെ മെല്ലെ വയനാടിന് പുറത്തേക്കൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ കോഴിക്കോട് കുന്നമംഗലത്തൊക്കെ ഒരു കണക്ഷനൊക്കെ വന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, നേരെ കോഴിക്കോട് കുന്നമംഗലത്ത് വന്ന് അവിടെ ഒരു റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്ത് ശക്തമായിട്ട് അവരിലൂടെ എന്ത് ചെയ്തു, കോഴിക്കോട് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, കണ്ണൂർ പയ്യന്നൂർ ഏരിയയിലെ ടീം വന്നു. അവിടെയും എന്ത് ചെയ്തു, ടീം സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു 3-3.5 വർഷമായി ഞാൻ ഈ ബിസിനസ് എന്ത് ചെയ്യുന്നു, ശക്തമായി ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു സാധാരണക്കാരൻ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ ബിസിനസ്സിലേക്ക് ഒരു സാധാരണക്കാരനായി വന്ന് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് ഏറ്റവും വലിയ ഭാഗ്യമല്ല, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ശക്തമായി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് ഈ ഒരു കമ്പനി. അതിലുപരി പിന്നെ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങളിലേക്ക് ചെറുതും വലുതുമായ വരുമാനം വാങ്ങിക്കൊടുക്കാൻ ഒരു കാരണക്കാരനായി എന്നുള്ളതും ഒരു ഭാഗ്യമായിട്ട് തന്നെ ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ജീവിച്ചു പോയ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന്, ആദ്യം ഈ ബിസിനസ് വരുമ്പോൾ എന്റെ കയ്യിൽ ടച്ച് ഫോൺ, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്.
പക്ഷെ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ടച്ച് ഫോൺ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സാധാ ഒരു കീപാഡിന്റെ ഫോണായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ബിസിനസ്സിൽ ബിസിനസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എന്തുണ്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഒരു ടച്ച് ഫോൺ ഇവിടെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി. അപ്പൊ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ഞാൻ നിർബന്ധിതനായി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഗോൾ സെറ്റ് ചെയ്ത് കമ്പനിയുടെ ഫസ്റ്റ് റാങ്കായ ടീം കോർഡിനേറ്റർ ആകുമ്പോഴത്തേക്കും ഈ ബിസിനസ്സിൽ കൂടി അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം കൊണ്ട് ഒരു 20,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഈ ബിസിനസ്സിൽ കൂടി ആദ്യമായിട്ട് എനിക്ക് സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായിരുന്നു എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അടുത്ത ഗോൾ സെറ്റ് ചെയ്തു. അടുത്ത ഗോൾ എന്ന് പറയുന്നത് DTC റാങ്കും അതേപോലെ ഒരു ലാപ്ടോപ്പും ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനു വേണ്ടിയായിരുന്നു ഞാൻ പ്രവർത്തിച്ചത്. ശക്തമായിട്ട് ഓടുകയും ശക്തമായി കൂടെ വന്നവരുടെ വർക്ക് പ്ലാൻ ചെയ്ത് ശക്തമായി ചെയ്യുകയും അങ്ങനെ വിചാരിച്ചതിലും വേഗത്തിൽ DTC എന്ന് പറഞ്ഞ റാങ്ക് എത്തുവാനും ആ DTC എത്തിയപ്പോഴത്തേക്കും ഒരാഴ്ചയ്ക്ക് 45,000 രൂപ വീക്കിലി ഇൻകം വാങ്ങിക്കൊണ്ടാണ് DTC റാങ്ക് ഞാൻ അച്ചീവ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു 45,000 രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പും ആ റാങ്കിൽ എത്തിയപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ലാപ്ടോപ്പും മൊബൈലൊക്കെ ഇന്ന് എല്ലാവർക്കും വാങ്ങാൻ വരുന്ന കാര്യമുള്ളൂ. കാരണം കയ്യിലൊരു പൈസ ഇല്ലെങ്കിലും നമുക്ക് പോയി വാങ്ങാം, കാരണം EMI ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അത്തരത്തിൽ EMI കാര്യങ്ങൾ ഇട്ടിട്ടൊന്നും ആയിരുന്നില്ല ഞാൻ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റെഡി ക്യാഷ് കൊടുത്തിട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങുക അല്ലെ വാങ്ങണം ആവശ്യമുണ്ട് എന്ന് പോലും ചിന്തിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, ഇതൊക്കെ ആവശ്യക്കാരനാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അതൊക്കെ വാങ്ങാൻ തയ്യാറായി. ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ. പക്ഷേ ഈ ബിസിനസ്സിൽ അത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആഗ്രഹിച്ചപ്പോഴത്തേക്കും സാധനം നമുക്ക് വാങ്ങാനുള്ള വരുമാനവും കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്തു, DTC റാങ്കിൽ നിന്ന് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നു. ശക്തമായി പ്രവർത്തിച്ച് ആ സമയത്ത് പ്രിയേഷ് സാറിന്റെ വിങ്ങിൽ ഒരു വലിയൊരു സെലിബ്രേഷൻ പ്രോഗ്രാം പ്രിയേഷ് സാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസപ്പ് എന്നായിരുന്നു പ്രോഗ്രാമിന്റെ പേര്. ആ ഒരു പ്രോഗ്രാമിൽ ഹോണറേയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കറിയാം ബ്രാൻഡ് ന്യൂ റാങ്ക് അച്ചീവേഴ്സിനാണ് എന്ത് ഹോണറേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അടുത്ത റാങ്ക് എത്തിപ്പിടിക്കേണ്ട അത്യാവശ്യമായിട്ട് മാറി ZDC എന്ന് പറഞ്ഞ റാങ്കിലേക്ക്. അപ്പൊ എന്ത് ചെയ്ത്, ഈ പ്രോഗ്രാം ആയപ്പോഴത്തേക്കും ശക്തമായി ടീമിന്റെ വർക്കും ടീമിന്റെ അച്ചീവ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്തു. അവരുടെ അച്ചീവ്മെന്റും അവരുടെ വർക്കും പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് എന്റെ റാങ്കും എന്ത് ചെയ്തു, ZDC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന് പിന്നെ 1,500 ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഒരു വലിയൊരു ഹോണറിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ കാണുന്നത്. അങ്ങനെ ആ ZDC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ഞാൻ എത്തിയത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 വർഷം കൊണ്ടാണ് ZDC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ഞാൻ എത്തിയത്. അതായത് ZDC ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം ഓർഗനൈസേഷൻ 1ലും 2ലും 15 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ZDC എന്ന് പറഞ്ഞ റാങ്കിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ZDC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ നമുക്കറിയാം 15 ലക്ഷം മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, പിന്നെ ഒരു 1,80,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ടോട്ടൽ സെയിൽസ് ടേൺ ഓവർ ബോണസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 15 ലക്ഷത്തിന്റെ 12%. 1.5 വർഷം കൊണ്ടാണ് ഞാൻ ഈ ഒരു വരുമാനം എന്ത് ചെയ്തത്, എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ വാങ്ങിയെടുത്തത് ഈ ബിസിനസ്സിൽ കൂടി. അതെന്തുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ശക്തമായി ഞാൻ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. ZDC റാങ്കും കഴിഞ്ഞ് അടുത്ത റാങ്ക് STC ആണല്ലോ. അപ്പൊ STC പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ശക്തമായിട്ട് ഈ പറഞ്ഞ പോലെ ടീമിന്റെ വർക്കും കാര്യങ്ങളും അവരുടെ അച്ചീവ്മെന്റും പ്ലാൻ ചെയ്തു. അവരുടെ അച്ചീവ്മെന്റിന് വേണ്ടി ശക്തമായി അവരുടെ കൂടെ ഓടിയപ്പോൾ അടുത്ത 2.5 മാസം കൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് STC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ZDC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് STCയിലേക്ക് എത്തണമെങ്കിൽ അടുത്ത 10 ലക്ഷം ബിസിനസ്സുകൾ എന്ത് ചെയ്യണം, മാച്ചിങ് വരണം. 25 ലക്ഷം മാച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, STC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുക. അപ്പൊ ഈ ഒരു 2.5 മാസം അല്ലെ 3 മാസത്തിന്റെ അടുത്ത സമയം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അടുത്ത റാങ്കിലേക്ക് എത്തിയത്. അപ്പോൾ 10 ലക്ഷം ബിസിനസ്സുകൾ മാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര വരുമാനം വരും, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. 1,20,000 രൂപ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും. കാരണം 1,80,000 രൂപ വരുമാനം വാങ്ങിയത് 1.5 വർഷം കൊണ്ടാണെങ്കിൽ വെറും 3 മാസം എടുത്തില്ല എന്റെ അക്കൗണ്ടിലേക്ക് 1,20,000 രൂപ വരുമാനം വരാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ZDC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ശക്തമായ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്റെ കഴിവും കൊണ്ടൊന്നുമല്ല എനിക്ക് ആ വരുമാനം കിട്ടിയത്. എന്നെക്കാട്ടിൽ ആഗ്രഹവും പിന്നെ കഴിവുമുള്ള ആൾക്കാർ എന്റെ ടീമിൽ വരികയും അവരുടെ വരുമാനത്തിന് വേണ്ടി ഞാൻ അവരുടെ കൂടെ നിന്ന് ശക്തമായി പ്രവർത്തിച്ചപ്പോഴാണ് ഞാൻ പോലും അറിയാതെ എന്റെ അക്കൗണ്ടിൽ ആ വരുമാനം വന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൂടെ 1, 2, 3, 4 വ്യക്തികൾ എത്രയോ ആയിക്കോട്ടെ, എത്ര ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വരുമാനം ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, നമുക്ക് എല്ലാവർക്കും ഫോണിൽ കമ്പനി ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അവനവന്റെ BVയും ഇൻകം സ്റ്റേറ്റ്മെന്റും എല്ലാവരും എടുത്ത് നോക്കും.
നമ്മൾ ശരിക്കും അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടീമിലുള്ളവരുടെ ഐഡി ഓപ്പൺ ചെയ്ത് നോക്കുക. അവരുടെ ഇൻകം എല്ലാ ആഴ്ചയും വരുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അവരുടെ ബി.വി എല്ലാ ആഴ്ചയും കയറുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് കയറുന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ടാവും? വരുന്നുണ്ടാവും. നിങ്ങളുടെ ബി.വിയും എന്ത് ചെയ്യുന്നുണ്ടാവും? കയറുന്നുണ്ടാവും. നമ്മുടെ വരുമാനത്തിന് വേണ്ടി നമ്മളിവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളെ വിശ്വസിച്ച് കൂടെ വന്നവരെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ശക്തമായി അഹോരാത്രം നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവര് വിജയിച്ചാൽ നമ്മൾ ഇവിടെ വിജയിച്ചു, ഒരു സംശയവുമില്ല. ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? വിജയിക്കാൻ പറ്റില്ല. നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഒന്നും പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. കൂടെ വന്നവരെ വിജയിപ്പിക്കൂ. നിങ്ങൾ ഓരോരുത്തരും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-3.5 വർഷം കഴിഞ്ഞു ശക്തമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ വയനാട്ടിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു ബിസിനസ്, ഒരു സാധാരണക്കാരനായി ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന വ്യക്തി, ഒരു 600 രൂപയ്ക്ക് ദിവസം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടുവന്ന ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിൽ കൂടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരാഴ്ചയ്ക്ക് 76,000 രൂപ വരെ വരുമാനം വാങ്ങിക്കൊണ്ടാണ് ഈ ബിസിനസ് എന്ത് ചെയ്യുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ കൂടി ഞാൻ ഒരു വീക്കിലി വാങ്ങിയ വരുമാനമാണ്. അതെന്തുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, തുടക്കത്തിൽ ഞാൻ ഈ ബിസിനസ് എന്റെ സുഹൃത്തുക്കളുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ, നിന്നെ കൊണ്ട് ഇത് നടക്കൂല, ഇതൊന്നും കിട്ടുന്ന പരിപാടിയല്ല, ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്, നമുക്കുള്ള പണിയെടുത്ത് ജീവിച്ചു പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കാനും കുറ്റപ്പെടുത്താനും എന്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുള്ളപ്പോൾ എന്നെ കളിയാക്കാനും ഇല്ലാത്തപ്പോൾ അതിലുപരി പരിഹസിക്കാനും എന്തുണ്ടായിരുന്നു? ആൾക്കാരുണ്ടായിരുന്നു. നാട്ടിലൊരു ചർച്ചാ വിഷയമായിരുന്നു ഞാൻ. പക്ഷെ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞപ്പോഴും കളിയാക്കിയപ്പോഴും ഈ ബിസിനസ് പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാതെ എന്നെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് എന്നെ പുച്ഛിച്ച് തല്ലിയപ്പോഴൊക്കെ എന്റെ മൈൻഡിൽ ഒറ്റൊരു തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളോട് നടക്കില്ല എന്ന് പറയുന്ന, അല്ലെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾ അവിടെ അവരുടെ മുമ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. വായ കൊണ്ട് മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്റെ നാട്ടില് വൈകുന്നേരമാകുമ്പോൾ കവലയിൽ വട്ടം കൂടിയിരിക്കാൻ 10-30ഓളം ഫ്രണ്ട്സുകളുണ്ട് എനിക്ക്. പക്ഷെ ആ 30 ഫ്രണ്ട്സുകളിൽ ഒരാൾ പോലും എന്റെ ഒപ്പം എന്ത് ചെയ്തില്ല? ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ 30 പേരോടും പറഞ്ഞിരുന്നോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക. 30 പേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഈ അവസരം പറഞ്ഞു. അവരോട് പറയേണ്ട താമസം ഉണ്ടായുള്ളൂ. നാട്ടിൽ മൊത്തം എന്ത് ചെയ്തു? സംഭവം പാട്ടായി എന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞതുപോലെ അല്ല അവർ നാട്ടിൽ പറഞ്ഞു നടന്നത്. ആളെ പിടിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ കുറെ തട്ടിപ്പുമായിട്ട് വന്നിട്ടുണ്ട്, മണി ചെയിൻ കമ്പനിയാണ്, അങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ എന്ത് ചെയ്തു? ഇവർ നാട്ടിൽ മൊത്തം പബ്ലിഷ് ചെയ്തു. ഞാൻ അവരുടെ കൂട്ടത്തിൽ വൈകുന്നേരം പോയി ഇരിക്കുമ്പോൾ അവരെന്നെ കളിയാക്കാൻ വേണ്ടി സമയം കണ്ടെത്തി. ഞാൻ പോയി കഴിഞ്ഞാൽ അതിലുപരി എന്നെ കുറിച്ച് എന്ത് ചെയ്തു? അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നാട്ടിലെ ചർച്ചാ വിഷയമായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ മെല്ലെ എന്ത് ചെയ്യും? മാറി നിൽക്കും. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി പോകുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സും ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തു? നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ബിസിനസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒട്ടും അറിയാത്തൊരു മേഖലയായിരുന്നു ഇത്. അപ്പോൾ ഇതെന്താണ്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ട്രെയിനിങ്ങുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും കണ്ടിന്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയും ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ അതേപോലെ ഫീൽഡിൽ പ്രവർത്തിക്കാൻ തയ്യാറായി എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. നമ്മളൊക്കെ ട്രെയിനിങ്ങിൽ പോയിരുന്ന എന്ത് ചെയ്യും? അവിടെ പറയുന്ന വിജയിച്ച ലീഡർമാർ പറയുന്നത് കേൾക്കുകയും ചിലപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയും ചെയ്യും. അത് അവിടുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വീട്ടിൽ വന്ന് ഡയറി എന്ത് ചെയ്യും? എവിടെയെങ്കിലും വെക്കും, അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും വെക്കും. പിന്നെ നമ്മളത് മറച്ചു നോക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്താണെ കേട്ട് നോക്കുക, ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും, തടസ്സങ്ങൾ വന്നാൽ അതിനേക്ക് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ലീഡർമാർ ട്രെയിനിങ്ങിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളെ നശിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുഴി ചാടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അവർ നമ്മളോട് പറഞ്ഞു തരില്ല. അവര് നമ്മളോട് പറയുന്നത് നമ്മളെ വളരെ പെട്ടെന്ന് സക്സസ് ആക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ നമുക്ക് മുമ്പേ ഇവിടെ സഞ്ചരിച്ചു പോയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കല്ലോ മുള്ളോ ചെളിയോ ഉണ്ടോ എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു പിണക്കമോ നമ്മൾ കാണിക്കരുത്. അത് നാളെ നമ്മൾ ആപത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഒറ്റ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് നിങ്ങളോട് എന്ത് പറയുന്നുവോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അവർ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി മാത്രമേ എന്നും നിങ്ങളോട് പറയുള്ളൂ. ചിലപ്പോൾ ചില തെറ്റുകൾ കാണുമ്പോൾ ചിലപ്പോൾ അവർ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അത് പറഞ്ഞു തരുമ്പോൾ അവർ നമ്മളെ കുറ്റം കണ്ടുപിടിക്കുകയാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ പോരായ്മകൾ, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ പോരായ്മകൾ പറഞ്ഞു തരുന്ന ആൾക്കാരെയാണ്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാളെ നമുക്ക് ബെറ്റർ ആവാൻ പറ്റുകയുള്ളൂ. നമ്മളെപ്പോഴും നല്ലത് പറഞ്ഞ് നടക്കുന്നവരെന്താണ്? നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല.
നമ്മുടെ പോരായ്മകൾ പറയുന്നവരെ നമ്മൾ സ്നേഹിക്കുക. എന്നിട്ട് ആ പോരായ്മകൾ നമ്മൾ എന്ത് ചെയ്യുക, തിരുത്തുക. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും മറ്റാൾക്കാരുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ നല്ലത് കാണുന്നതിനെക്കാട്ടി കൂടുതൽ ചിലപ്പോൾ പറയാനുണ്ടാവുക അവരുടെ കുറ്റങ്ങളായിരിക്കും. അത് മനുഷ്യസഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മളോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളത് കണ്ണും പൂട്ടി വിശ്വസിച്ച് അങ്ങനെ ചെയ്യാൻ തയ്യാറാവുക. നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അവരുടെ കൈ പിടിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 4 ആറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാനൊക്കെ അത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, അതിനുവേണ്ടി മാത്രമേ മെനക്കെട്ടിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. നമ്മുടെ ടീമിനെ കൊണ്ടും നമ്മൾ അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റീറ്റെയിൽ, ശക്തമായ റീറ്റെയിൽ നമ്മൾ ചെയ്യുക. ആദ്യം നമുക്ക് കമ്പനി തരുന്ന വരുമാനമാണ് റീറ്റെയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ആ ഉപയോഗിച്ച റിസൾട്ടും കൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധങ്ങളിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക, പോവുക എന്നുള്ളതാണ്. നമ്മൾ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെ ആൾക്കാർ അവരുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് എത്തിക്കും. നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് അതിന്റെ ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മൾ അയ്യോ സാധനം വെക്കലൊക്കെ എനിക്ക് മടിയാണ്, ഇത് മോശപ്പെട്ട പരിപാടി അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെടുത്ത സാധനം വെച്ച് നമ്മൾ വീട്ടിലിരിക്കും. ഇത് വിറ്റ് കാശുണ്ടാക്കണം ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവർ വെക്കും. നമ്മുടെ ബന്ധു എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ബന്ധുവല്ല, പല ആൾക്കാരുടെയും ബന്ധുവും സുഹൃത്തും അയൽവകക്കാരും കൂട്ടുകാരും ഒക്കെയാണ്. അപ്പൊ നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ വഴി സാധനങ്ങൾ എന്ത് ചെയ്യും, ആൾക്കാരിലേക്ക് എത്തും. അപ്പൊ അത് നമ്മളെ കൂടെ എത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ശക്തമായ റീറ്റെയിൽ നിങ്ങൾ ചെയ്യുക. റീറ്റെയിൽ ചെയ്തത് പരമാർത്ഥമാണോ, റീപർച്ചേസ് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. രണ്ടാമത്തെ 6 അത് നിങ്ങളും ചെയ്യുക, നിങ്ങളുടെ കൂടെ വന്ന ടീമിലുള്ള ആൾക്കാരെ കൊണ്ടും ചെയ്യിക്കുക. അത് ഇനിയിപ്പോ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അത് കൃത്യമായ റീപർച്ചേസ് നമ്മൾ ചെയ്യുന്നത് ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം പലതുള്ളി പെരുവെള്ളം എന്നാണ്. അപ്പൊ എന്താണ്, ടീമിൽ വന്ന ആൾക്കാരല്ല നമ്മളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, 1000 രൂപയുടെ അല്ല 2000 രൂപയുടെ റീറ്റെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ 50 രൂപയെ നമുക്ക് അതിൽ അർഹതയുള്ളൂ. 130 രൂപ ആ സാധനം റീപർച്ചേസ് ചെയ്ത് നമ്മുടെ സ്റ്റോർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. മുതലിൽ തൊട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കളിക്കരുത്. നമ്മളൊന്നും ഒരു കാലത്തും അല്ല ഒരു കാരണവശാലും മുതലിൽ നമ്മൾ തൊട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് എടുത്ത പ്രൊഡക്റ്റ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ വീട്ടിൽ എന്തുണ്ട്, 2 ലക്ഷം രൂപയുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ വയനാട്ടുകാരായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളെപ്പോഴും വിത്തിന് വേണ്ടി കുറച്ചിങ്ങനെ സാധനങ്ങൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും മാറ്റി വെക്കും. ഇഞ്ചി കൃഷി ആണെങ്കിലും എന്ത് കൃഷിയാണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് സാധനങ്ങൾ വിത്തിന് വേണ്ടി മാറ്റി വെക്കും. അപ്പൊ ഞാനൊരു പേസ്റ്റ് വിറ്റ് 50 രൂപ ലാഭമുണ്ട്, പക്ഷെ 50 രൂപ എന്തെങ്കിലും അതിന് എടുക്കില്ല, ഒരു 40 രൂപ 30 രൂപയെ എടുക്കുള്ളൂ. ബാക്കി അടുത്ത ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ആ മുതലിലേക്ക് എന്ത് ചെയ്യും, കൂട്ടി വെക്കും. അങ്ങനെ കൂട്ടി വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഒരിക്കലും മൊത്തമായി നമ്മളെടുത്ത് എന്ത് ചെയ്യരുത്, ചെലവാക്കരുത്. അത് നമ്മൾ ആ ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. വിത്ത് കൊത്തി തിന്നാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത്. നമ്മുടെ ടീമിൽ വന്നവരെ അങ്ങനെ ചെയ്യാനും നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ റീറ്റെയിലും റീപർച്ചേസും നമ്മൾ ശക്തമായി എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കമ്പനീന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10,000 സിംഗിൾ പർച്ചേസിന് നമുക്ക് എന്തുണ്ട്, 750 പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. 15,000 സിംഗിൾ പർച്ചേസിന് 1000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ടീമിൽ വന്നവരെയൊക്കെ എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തെ 6 റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാര്യം. റിക്രൂട്ട്മെന്റ് ശക്തമാക്കുക. നമുക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് ലിസ്റ്റൊക്കെ നമ്മൾ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ലീഡർമാർ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം ലിസ്റ്റ് ഇടുക എന്ന് പറയുന്ന ഏറ്റവും മെനക്കെട്ട ഒരു പരിപാടിയാണ്. ഈ ബിസിനസ്സിലെ ആൾക്കാരെ കാണാൻ ലിസ്റ്റ് ഇടാൻ പറയുമ്പോൾ മാത്രം നമുക്ക് ലിസ്റ്റ് വലുതാവൂല. എപ്പോഴും ചെറിയ ലിസ്റ്റേ ഉണ്ടാവുള്ളൂ. നമ്മുടെ വീട്ടിലൊരു കല്യാണോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ എന്തുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ ബിസിനസ് പറയാൻ വേണ്ടി മാത്രം നമുക്ക് ആൾക്കാരില്ല. എന്തുകൊണ്ട് ആൾക്കാരില്ല? നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളൊരു ലിസ്റ്റ് ഇടാനിരിക്കുമ്പോൾ മുൻവിധിയോട് കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അവര് ചെയ്യോ, ഇവന്റെ അടുത്ത് പോകണ്ട, ഇവൻ ചെയ്യൂല, അവൻ ആ ജോലി എടുക്കുന്നവനല്ല, അവന് നല്ലൊരു ജോലി ഉണ്ടല്ലോ സമൂഹത്തില് എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം നമ്മുടെ കയ്യിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റിന്റെ വലുപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ലിസ്റ്റ് ഇടാനിരിക്കുക. നമ്മൾ ബിസിനസ് പറയാൻ പോകുന്നത് ബാങ്ക് മാനേജർ ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇനി ജില്ലാ കളക്ടർ ആണെങ്കിൽ പോലും അവിടെ ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടി വരുമാനം ഇവിടെ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്കൊരിക്കലും ഇവിടെ കിട്ടുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ കളക്ടർ ആയിരിക്കാം, ചിലപ്പോൾ DGP ആയിരിക്കാം, ആരും ആയിരിക്കാം. അതൊന്നും നമ്മുടെ മാറ്റർ അല്ല. ഈ അവസരം അവരിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അവർ ചെയ്യോ ഇല്ലയോ അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അവർ ഈ അവസരം എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പ് അവർ ചെയ്യില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പോലും അവകാശമില്ല. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേട്ടത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഈ ബിസിനസ്സിലേക്ക് വന്നത്.
ഇപ്പൊ നമ്മളോട് നിങ്ങളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി ലിസ്റ്റ് ഇട്ടപ്പോ ചിന്തിക്കുകയാണ്, ഇവനോട് ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊന്നും ചെയ്യില്ല, ഇവരൊന്നും ഇതിന് പറ്റിയ ആൾക്കാരല്ല എന്ന് അവര് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഫുള്ള് നമുക്കറിയുന്ന നമ്മളെ അറിയുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ അവരിലേക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കുക. അങ്ങനെ നിങ്ങൾ എത്തിക്കാൻ ഒരു മുൻപതിയും ഇല്ലാതെ എത്തിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ റിക്രൂട്ട്മെന്റിന് പോയി ഒരു 1-to-1 കൊടുത്ത പാടെ നമുക്ക് എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അവിടെ അടുത്തൊരു സ്റ്റെപ്പാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം. അതും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് ലീഡേഴ്സിനെ ഉപയോഗിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ആ ഫോളോ അപ്പ് കൂടെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആ 1-to-1 കൊടുത്താൽ മാത്രമല്ല, കൊടുത്തതിന് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ വേണ്ട സമയത്ത് ഫോളോ അപ്പ് ലീഡർമാർ തന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ലീഡർമാർ ഫോളോ അപ്പ് തരുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. നമ്മളൊന്ന് മൈൻഡ് താഴോട്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല, ലീഡർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ സമയത്ത് ഒന്നെങ്കിൽ അവരുടെ ഫോൺ വിളി അല്ലെങ്കിൽ അവർ വീട്ടിൽ പ്രത്യക്ഷപ്പെടും. അതാണ് ലീഡർമാർ എന്ന് പറയുന്നത്. അതേപോലെയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ടീമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. എല്ലാ കാര്യവും മാക്സിമം ടീമിന്റെ അടുത്ത് നേരിട്ട് പോയി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഫോണ് എന്ന് പറഞ്ഞത് എമർജൻസി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇപ്പൊ എന്താ ആൾക്കാർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോണ് ഒരു എളുപ്പ വഴിയായിട്ടാണ് കണ്ടെത്തിക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടല്ലോ, എല്ലാം ഫോണിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവുന്നുള്ള ഇതിലാണ്. പക്ഷെ നമ്മൾ നേരിട്ടൊരു അഭിമുഖം നടത്തുന്ന അത്ര എന്തില്ല റിസൾട്ട് നമുക്ക് ഒരിക്കലും ഫോണിൽ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ കാര്യവും നേരിട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാവുക. പിന്നെ ഈ കൂടെ വന്ന ഇനിയിപ്പോ ഒരു 10 പേര് നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 പേരെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതായത് റീറ്റെയിൻ എന്ന് പറയും, 4ാമത്തെ R. ഇവരെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശക്തമായി നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഒരു 2 വ്യക്തികളെ വന്നിട്ടുള്ളെങ്കിലും അവർക്ക് എല്ലാ ആഴ്ചയും ഒരു 500 രൂപയെങ്കിലും വരുമാനം വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ അങ്ങനെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ആഴ്ചയും വരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ആഴ്ച 500 കിട്ടിയാൽ അടുത്ത ആഴ്ച 1000 കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ടീമിലുള്ളവരുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത് നോക്കുക. അവരുടെ ID ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുക. അവർക്ക് വരുമാനം വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി വരുമാനം വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വരുമാനം വരാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാക്കി, നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ ലീഡേഴ്സിനെ, അപ്ലൈൻ ലീഡേഴ്സിനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലുള്ള ഓരോ വ്യക്തികൾക്ക് ഒരു 500 രൂപ വരുമാനം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 1000 രൂപ വരുമാനം വരും. അടുത്ത ആഴ്ച, ഈ ആഴ്ച 500 കിട്ടിയാൽ അടുത്ത ആഴ്ച നമുക്ക് 1000 വാങ്ങണമടാ, അല്ലെ 1000 വാങ്ങണം വേണ്ടി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമുക്ക് എന്തായാലും വാങ്ങിക്കളയാന്ന് ചിന്തിച്ച് നമ്മുടെ കൂടെ അവർ നിൽക്കും. അപ്പൊ അവർക്ക് 1000 വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 കിട്ടും. അതേപോലെ 2000 വാങ്ങിക്കൊടുത്താൽ നിങ്ങൾക്ക് 4000 കിട്ടും. അപ്പൊ അവർക്ക് എത്ര വാങ്ങി കൊടുക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അവരുടെ കൂടെ ശക്തമായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം എല്ലാ ആഴ്ചയും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. അതിന് എന്തൊക്കെയാണോ കാര്യങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സിനെ നിങ്ങൾ വിളിച്ച് ചോദിച്ച് എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ലീഡർമാരെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് അവിടെ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. കൂടെ വന്നവരെ നിലനിർത്താൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു ട്രെയിനിങ്ങും പ്രോഗ്രാമൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, ആൾക്കാരെ നിലനിർത്തും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വരുന്ന എന്താണ്, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ വരുമാനം കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ ഇട്ടിട്ട് പോകും. അപ്പൊ അവർക്ക് വരുമാനം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അതിനു വേണ്ടി ശക്തമായി എന്ത് ചെയ്യുക, അവരിലൂടെ നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനും അല്ലെ അവർക്കൊരു ടീമിന് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ അവരുടെ കൂടെ അഹോരാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ എന്ത് ചെയ്യും, തുടക്കത്തിൽ നമ്മൾ കുറച്ചു പേരെ പോയി കാണുമ്പോൾ നമ്മൾ പറയും, ടീമൊന്നും ആവുന്നില്ലല്ലോ, ടീമൊന്നും വരുന്നില്ലല്ലോ, അങ്ങനെയാന്ന് പറയും. ടീം വന്നു കഴിഞ്ഞാലോ, ടീം വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിലുണ്ടാവുക. നമ്മളെ വിശ്വസിച്ച ഒരാൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലിരിക്കാൻ ടൈമില്ല. നമ്മൾ ഫുള്ള് പിന്നെ അവരുടെ അടുത്തായിരിക്കണം. നമ്മളൊക്കെ ഒരാൾ നമ്മുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോട് കുന്നമംഗലത്ത് ഒരാൾ നമ്മുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ അവരെണീക്കുന്നതിനെക്കാട്ടി മുമ്പ് ഞങ്ങൾ എത്തുമായിരുന്നു. ഏറ്റവും അവസാനം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന വ്യക്തി ഞാനായിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ കൂടി വിജയിക്കണമെന്നൊരു തീരുമാനം എടുത്തൊരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ എനിക്ക് വിജയിക്കണമെങ്കിൽ നാളെ ഒരു ടീം വേണമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ കോഴിക്കോട് എനിക്ക് വേറൊരാളെ പരിചയം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിൽ കൂടി ഒരു ടീം ഇവിടെ ഉണ്ടാക്കണമെന്ന് ഞാനൊരു തീരുമാനം എടുക്കുകയും, കാരണം അവർ ഡ്രെയിൻ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഒരു ലേഡിയാണ്, ഡ്രെയിൻ സ്കൂളിലെ ടീച്ചറാണ്. രാവിലെ 7:30 ആകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് പോകും. ഞാൻ 6:30 7 മണിക്ക് മുമ്പ് അവരുടെ വീട്ടിൽ ഞാൻ എത്തുമായിരുന്നു. അവർ വർക്ക് കഴിഞ്ഞ് വരണമെങ്കിൽ വൈകുന്നേരം 4:30 5 മണിയാവും. ഞാൻ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ അവരുടെ മൈൻഡിലേക്ക് കൊടുക്കുക, നിങ്ങൾ എന്ത് നമുക്ക് ആൾക്കാരെ കാണണം, ഇവിടെ ടീമാക്കണം, നിങ്ങൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നേരത്തെ വരണം എന്ന് ഞാൻ അവരുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരം പോവുകയും പറയുകയും ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ വർക്കിംഗ് ടൈം, അവിടുത്തെ വർക്കിംഗ് ടൈം കുറച്ച് കൊണ്ടുവരികയും ഇവിടെ മെല്ലെ മെല്ലെ അരമണിക്കൂറും 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറുമായിട്ട് എനിക്ക് സമയം തരികയും അവർ ചെയ്തു. അത് ഞാൻ നിരന്തരം അവരുടെ വീട്ടിൽ പോയി പല ദിവസം വെറുതെ കുത്തിയിരിക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്തില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വെറുതെ റൂമിൽ വന്നിരുന്ന് നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ വീട്ടിൽ നിരന്തരം ഇറങ്ങുകയും പോവുകയും ചെയ്ത് എന്ത് ഒരു ദിവസം അവരിലൂടെ വേറൊരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു. അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരെയും കാട്ടി കൂടുതൽ ടൈം അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ട്. കാരണം അവരൊരു വീട്ടമ്മയായിരുന്നു. പിന്നെ എന്തായി, അവരുടെ വീട്ടിലേക്ക് പോക്ക് തുടങ്ങി. അവരുടെ വീട്ടിൽ പോയി ഇവർ വർക്കിന് പോകുന്ന സമയത്ത് അവരുടെ വർക്ക് എടുക്കാൻ തുടങ്ങി. അവരുടെ വർക്ക് എടുത്ത് അവരിൽ കൂടെ മെല്ലെ മെല്ലെ ഒരു ടീമും കാര്യങ്ങളൊക്കെ കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ഡ്രൈവിംഗ് പണി, ബെല്ലിസാറൊക്കെ പറയും ഇരിക്കുന്ന കൊമ്പ് വെട്ടുകയെന്ന്. അങ്ങനെ അവരുടെ ഇരിക്കുന്ന കൊമ്പ് അങ്ങ് മുറിച്ചു. അവരെ ഡ്രൈവിംഗ് സ്കൂളിലെ പണി അങ്ങ് രാജിവെപ്പിച്ചു. പിന്നെ അവരെ ഫുൾ ടൈം ആയിട്ട് ഇവിടെ അങ്ങ് ഇറക്കി. പിന്നെ എന്ത് ചെയ്തു, ശക്തമായിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അങ്ങ് വർക്ക് പ്ലാൻ ചെയ്തു. ഇന്ന് എന്റെ കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ആളിപ്പോ എന്റെ അതേ റാങ്കിലേക്ക് എത്താൻ പോവുക, FTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരെ ഇറക്കാൻ വേണ്ടി ചിലപ്പോൾ വെറുതെ നമ്മൾ പല ദിവസവും അവരുടെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരാം. ചിലപ്പോൾ പല സമയത്തും നമ്മൾ പല വട്ടം നമ്മൾ അവരുടെ അടുത്തേക്ക് പോകേണ്ടി വരാം. അതൊന്നും നമ്മളൊരു ബുദ്ധിമുട്ടായി കാണരുത്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. നമ്മളതൊക്കെ ഇഷ്ടപ്പെടാതെ കഷ്ടപ്പാടായി കണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റില്ല. ഇവർ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ശക്തമായിട്ട് ഇതിനെ സ്നേഹിക്കുക, ശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുക. ഇങ്ങനെ മാത്രം നമ്മൾ ഇവിടെ ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ നമ്മുടെ കൂടെ വരണമെന്നൊന്നുമില്ല. ശക്തമായി ഏറ്റെടുക്കുന്ന 1 2 വ്യക്തികൾ വന്നാൽ പോലും നമുക്കിവിടെ നാളെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആ വന്ന വ്യക്തികളടുത്ത് നമ്മൾ ഏത് രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയപ്പെടുത്തിയായിരിക്കും നമ്മുടെ ആ മാറ്റങ്ങൾ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ കൂടെ ആൾക്കാർ വരാത്തതല്ല വിഷയം, വന്നവരെ നിലനിർത്താനും അവരെ നിലനിർത്തിക്കൊണ്ട് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുമാണ് വിഷയം. പക്ഷെ നമ്മൾ പറയുന്നത് മൊത്തം എന്താണ്, അവര് ശരിയില്ല, അവർക്ക് സമയമില്ല, അവരോട് പറഞ്ഞിട്ട് അവർ ഇറങ്ങുന്നില്ല, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എത്ര പേരെ നമ്മൾ അങ്ങനെ പറയും? നമ്മളോട് 10 പേര് വന്നാലും പറയുന്ന 10 പേര് ശരിയില്ല എന്ന് നമ്മൾ പറയാ. പക്ഷെ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിലയിരുത്തുന്നില്ല. MS പ്രസാദ് സാർ നമ്മുടെ പിന്നെ ബ്രാൻഡ് ന്യൂ GTC ആണ്. MS പ്രസാദ് സാർ എപ്പോഴും ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ പറയും, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കണ്ണട വെച്ച് നോക്കരുത്, കണ്ണാടിയിൽ നോക്കണം എന്ന് പറയും. നമ്മൾ കണ്ണട വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. നമ്മുടെ കുറ്റങ്ങളോ അല്ലെ പ്രശ്നങ്ങളോ അല്ലെ കുറവുകളോ അല്ലെ എന്തൊക്കെ ബെറ്റർ ആക്കണം നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ടീം അയ്യോ അവരിറങ്ങുന്നില്ല, അവര് ശരിയില്ല, അവരങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു അല്ലെ നമ്മൾ എന്ത് ചെയ്തില്ല അല്ലെ നമ്മൾ ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ കുറ്റങ്ങൾ, ഇപ്പൊ എനിക്കൊരിക്കലും എന്റെ കുറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ പറ്റില്ല. എനിക്ക് മറ്റുള്ളവരുടെ കുറ്റമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ, പോരായ്മകൾ കൃത്യമായി മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചോദിക്കുക. നമ്മൾ വിജയിക്കാൻ വന്നവരാണ്. നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിനെ വിളിച്ചു പറയണം, സാർ എനിക്ക് ഈ മാസം കഴിയുമ്പോഴത്തേക്കും ടീം കോർഡിനേറ്റർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഏരിയ ടീം കോർഡിനേറ്റർ ആവണം, അല്ലെങ്കിൽ DTC ആവണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്ലൈൻ ലീഡേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇതെന്താ പ്രശ്നം പറയാനുള്ള കലവറയാണ് അവര്? നമ്മൾ പ്രശ്നങ്ങളല്ല, നമ്മൾ വിജയിക്കാൻ വന്നവരാണ്. പ്രശ്നങ്ങളെ നോക്കി നിന്നാൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. നമ്മുടെ സക്സസിനെ കുറിച്ച്, നമുക്ക് വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പൊ 1 മണിക്കൂറെ നമ്മുടെ ഒപ്പം ഉള്ളെങ്കിൽ അവർ നാളെ 3 മണിക്കൂർ നമ്മുടെ ഒപ്പം നിൽക്കാൻ തയ്യാറാവും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയെന്ന് അവർക്ക് മനസ്സിലാവും, നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയെന്ന് മനസ്സിലാവും. പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. പ്രശ്നത്തിൽ തട്ടി നമ്മൾ നിൽക്കരുത്. പ്രശ്നങ്ങളെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യരുത്. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ആ സമയം നമുക്ക് വേസ്റ്റ് ആണ്. ആ സമയം നമ്മുടെ അച്ചീവ്മെന്റിനും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈൻ ലീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്ലൈൻ ലീഡേഴ്സ് എപ്പോഴും എന്താ ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും തരുന്നുണ്ടാവുക. നമ്മൾ എപ്പോഴും അപ്ലൈൻ ലീഡേഴ്സിന് നെഗറ്റീവ് കൊടുക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, നാളെ നിങ്ങൾക്കൊരു ടീം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞ പോലെ
നമ്മൾ എന്താണോ ലീഡേഴ്സിന് കൊടുക്കുന്നത്, ഇത് നാളെ നമുക്ക് നമ്മളൊരു ലീഡർ ആവുമ്പോൾ എന്ത് ചെയ്യും, കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ ശക്തമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എനിക്ക് ഇന്ന റാങ്ക് പിടിക്കണം സാർ, എനിക്ക് ടൈമില്ല. അല്ലെ ഇപ്പൊ ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ടാവാം ഇതിനകത്ത്. ടി സിമാർക്ക് കമ്പനി തരുന്ന ഏറ്റവും ഒരു സംഭവമാണ്, നമ്മുടെ കമ്പനി തരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പെർഫോമൻസ് ബോണസ്. എത്ര പേര് പിന്നെ മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ അപ്ലൈ ലീഡേഴ്സിനെ വിളിച്ച് പറയുന്നുണ്ട്, സാർ ഈ മാസം എനിക്ക് പെർഫോമൻസ് ബോണസ് അടിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്. കമ്പനി തരാൻ തയ്യാറാണ്, കമ്പനിക്ക് ഒരു മടിയില്ല. കമ്പനി ഈ ആഴ്ച വേണമെങ്കിൽ 2,10,000 ആർക്കും തരും, അതിന് വേണ്ട ടേൺ ഓവർ കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എത്ര പേര് ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ ഇവിടെ എന്താണ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ബിസിനസ് ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോഴും നമ്മൾ സാധാരണക്കാരുടെ മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നടക്കുമ്പോ നടക്കട്ടെ, അല്ലെ കിട്ടുമ്പോ പോരട്ടെ, അല്ലെങ്കിൽ ഈ ആഴ്ച 1000 രൂപയെ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ 1000 രൂപ കിട്ടി, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോ 76,000 രൂപ വരുമാനം കിട്ടി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സന്തോഷിച്ചിട്ടില്ല, എനിക്ക് സങ്കടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആഴ്ചയും കമ്പനി 2,10,000 തരാൻ തയ്യാറാണ്. ആ ആഴ്ച എനിക്ക് 76,000 വാങ്ങാൻ പറ്റുള്ളൂ, ബാക്കി പൈസ എനിക്ക് നഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെ നമ്മൾ വെൽതിനെ കുറിച്ച് സംസാരിക്കാനും വെൽതിനെ സ്വപ്നങ്ങൾ കാണാനും നമ്മൾ തയ്യാറാവുക. ചെറിയ സ്വപ്നങ്ങൾ വെച്ച് നമ്മൾ ഈ ബിസിനസ് ചെയ്യരുത്. നമ്മുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് വട്ടാണെന്ന് അവർ പറയാൻ തയ്യാറാവണം. കുറച്ച് വട്ടന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഏത് വ്യക്തികളും എന്താണ്, തലയ്ക്ക് കുറച്ച് പ്രശ്നം, ചെറിയ പ്രശ്നമുള്ളവർക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർ വന്നിട്ട് എന്ത് ചെയ്യും, വേഗം ഇട്ടിട്ട് പോകും. കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് അല്ലത്. കുറച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, എവിടെയെങ്കിലൊക്കെ ഒരു ഞെട്ട് ലൂസായി കിടക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വിജയിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെ പോലെ നിന്നുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അവരിൽ നിന്ന് വ്യത്യസ്തനാവണം. ഏതോ ഒരു വലിയൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നാമനാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ള 99 പേര് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ചെയ്യാൻ തയ്യാറാവുമ്പോഴേ അവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനും അവരിൽ നിന്ന് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അവര് ചെയ്യുന്ന, നാട്ടിലിപ്പോ ഒരു കല്യാണം വന്നു, നമ്മൾ ഒരാഴ്ച ആ കല്യാണം വീട്ടില്ല, അവരുടെ കുടുംബക്കാർ പോലും അവിടെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എത്തിയിട്ടുണ്ടാവും. കുടുംബക്കാർ വന്ന് കല്യാണം കൂടി പോയാലും നമ്മൾ എന്തില്ല, കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ആ വീട്ടുകാർക്കാണ് ഒന്ന് ഇറങ്ങിപ്പോന്ന് പറയാനും പറ്റാത്ത അവസ്ഥയാണ്. പോകുന്നില്ലേ, പണിയൊന്നും ഇല്ലേ എന്നായിരിക്കും അവര് ചോദിക്കുക. അതെന്താണ്, ഒന്ന് ഇറങ്ങി പോടാ, അല്ലെ ഒന്ന് ഇറങ്ങി പോടി എന്നായിരിക്കും അവർ പറയുന്നുണ്ടാവുക. പച്ചയ്ക്ക് പറയാൻ പറ്റാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഒരു മരണം വന്നു കഴിഞ്ഞാല്, നമ്മളൊക്കെ ഒരു മരണം വന്നു കഴിഞ്ഞാൽ സമയമാകുമ്പോ പോവുക, ചടങ്ങ് കൂടി പോരുക. പക്ഷെ എന്താണ്, മരിച്ച് 16 ആയാലും നമ്മൾ അവിടുന്ന് പോരില്ല, നമുക്ക് എല്ലാ ദിവസവും അവിടെ പണിയാണ്. ഇങ്ങനെ ചിന്തിച്ച് നിന്നിട്ടുണ്ട് ഒരിക്കലും എന്തില്ല, നടക്കൂല. ഒരു കല്യാണം വന്നാൽ എന്താണ്, അതിൽ എത്തേണ്ട രണ്ട് വ്യക്തികളെ മസ്റ്റായിട്ട് അവിടെ ഉള്ളൂ, കല്യാണ പെണ്ണും ചക്കനും. കല്യാണ ചക്കനോ പെണ്ണോ വന്നില്ല, കല്യാണം മുടങ്ങും. നമ്മൾ പോയില്ലാന്ന് വെച്ച് കല്യാണം മുടങ്ങുമോ? ഇല്ല. നമുക്കൊരിക്കലും എന്തില്ല, നമുക്കൊരാപത്ത് വന്ന് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇവരൊന്നും നമുക്ക് കൊണ്ടുതരാനില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളൊന്ന് വീണു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് ചക്കരെ പൊന്നേന്ന് പറഞ്ഞ് നമ്മളെ പൊക്കി പിടിച്ച് നടക്കുന്ന ഒറ്റൊരാൾ പോലും നമ്മളോട് ഉണ്ടാവില്ല. നമ്മളൊന്ന് വീണു പോയാൽ, കൂടിപ്പോയാൽ 1, 2 അല്ലെ 3 ദിവസം എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ഇവർ കാണും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 1, 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് കാണാൻ വരും. ചിലപ്പോൾ ഒരു 500, 1000 കയ്യിൽ വെച്ച് തരും. എല്ലാ കാലവും അവർക്ക് നമ്മളെ നോക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് അവരുടെ കുടുംബവും അവരുടെ പ്രശ്നങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ, അവർക്ക് മറ്റൊരാളുള്ളൂ. അപ്പൊ നമ്മളെ സേഫ് ആക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. ഓടി നടക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, വീണ് കിടക്കുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ അത് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസിനെ ശക്തമായി ഏറ്റെടുക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈ ലീഡേഴ്സ് ഉണ്ട്, ITCമാരുണ്ട്, WTCമാരുണ്ട്, പല ആൾക്കാരുണ്ട്. അവരിന്നൊന്ന് വീണ് കിടന്നാൽ അവരെ ആരെങ്കിലും ഒന്ന് പോയി നോക്കാതിരിക്കുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് വരുമാനമുണ്ട്. അവരുടെ ഫാമിലിയിൽ എല്ലാ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് അവർ മാറി. പക്ഷെ നമ്മളൊന്ന് വീട് കിടന്നാൽ ആരുണ്ടാവും നോക്കാൻ? ഒരാളുണ്ടാവില്ല. പണം ഉണ്ടെങ്കിൽ മാത്രമേ സാറേ, അല്ലെ മേഡം, നമ്മുടെ ലൈഫിൽ നമുക്ക് വിലയുള്ളൂ. പണമില്ലാത്തവൻ പിണം. ഇത് കാരണവന്മാർ വെറുതെ പറഞ്ഞതല്ല. ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത്. പണം ഉണ്ടാക്കുക, പണത്തിന്റെ മേലെ പരുന്തും പറക്കൂല എന്ന് പറയുന്നതൊക്കെ വെറുതെ ഒന്നല്ല, കാര്യം തന്നെയാണ്. ഇക്കാലത്ത് പണം ഉള്ളവനേ വിലയുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ഒരാളും വരുന്നുണ്ടാവില്ല. നാളെ ഞാൻ പറയുന്നു, നിങ്ങളൊരു ലോട്ടറി എടുത്തു, നിങ്ങൾക്ക് ഒരു 10 ലക്ഷം അല്ലെ 20 ലക്ഷം ലോട്ടറി അടിച്ചു, നിങ്ങൾ വിളിക്കൊന്നും വേണ്ട, നിങ്ങളുടെ വീടിന് ചുറ്റും ആൾക്കാരുണ്ടാവും. ആരാണ് എത്തിച്ചത് അവിടെ ആൾക്കാരെ?
നമ്മളാണോ എത്തിച്ചത്? അല്ല, പണമാണ് എത്തിച്ചത്. ആ പണം തീർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവരൊന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു സാധാരണക്കാരൻ ഒരു കോടീശ്വരനാവാനുള്ള ഒരു അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ ശക്തമായി നമ്മൾ ഏറ്റെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കയ്യിൽ കിട്ടിയതിന്റെ വലുപ്പം, ഈ ഒരു അവസരത്തിന്റെ വലുപ്പവും മൂല്യവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്ലൈൻ ലീഡേഴ്സ് എന്ത് പറയുന്നു അതേപോലെ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നു. പണമുള്ളവൻ രാജാവാണ്, അല്ലാത്തവൻ എന്നും എന്താണ്? ഒരു ശാപമാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അധികം ദീർഘിക്കുന്നില്ല, സമയം ഒരുപാട് ലേറ്റ് ആയി. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ഒരു മോർണിംഗ് മീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും ശക്തമായി പ്രവർത്തിക്കുക. വലിയ മാറ്റങ്ങൾ ഈ ബിസിനസ്സിൽ കൂടെ ഉണ്ടാക്കുക. ആരെന്ത് പറഞ്ഞാലും, എന്ത് കളിയാക്കിയാലും, എന്ത് കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ബാക്കോട്ട് അടിക്കരുത്. ഈ അവസരം എന്താണെന്ന് കേട്ടതും മനസ്സിലാക്കിയതും ഇവിടെ വിജയിച്ചവർ പറയുന്നത് കേട്ടതും നമ്മളാണ്. നമ്മുടെ തലച്ചോറ് മറ്റൊരാൾക്ക് പണയം വെക്കാതിരിക്കുക. നിങ്ങളൊരു തീരുമാനം എടുക്കുക. എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആ തീരുമാനം ഞാൻ നടപ്പിലാക്കിയിട്ടേ പിന്നോട്ടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ആ റിസ്കുകളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു നഷ്ടമായി ഇവിടെ തീരില്ല. റിസ്ക് എടുക്കുന്നവർക്കേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഇരുന്ന് ന്യൂട്രലിൽ കാര്യം സാധിക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഇവിടെ എന്താവില്ല, സക്സസ് ആവില്ല. നിങ്ങളുടെ ലീഡർമാര് ഒരു STC അല്ലെ RTC അല്ലെങ്കിൽ ഒരു NDC ആയിട്ടുള്ള ലീഡർമാരെ നോക്കുക. അവർ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് അവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ അവരെടുത്ത പോലെ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുക. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം, അല്ലെ വീട്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ചിന്തിക്കാതെ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കിട്ടിയിരിക്കുന്നത്. നമ്മളെ ഓൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു വാർഡോ അല്ലെ നമ്മുടെ ഒരു പഞ്ചായത്തോ ആയിരിക്കും. ഭൂപടത്തിൽ കാണുമ്പോൾ വലുതായിരിക്കും. നമ്മുടെ മൈൻഡിൽ എന്താണ്? നമ്മുടെ വാർഡ് മാത്രമായിരിക്കും. അതൊക്കെ മാറ്റി നിർത്തുക. നമ്മൾ എന്ത് ചെയ്യുക? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ഇറങ്ങിത്തിരിക്കുക. ഒരു 5 വർഷം ഈ ബിസിനസിന് വേണ്ടി നമ്മളെ അങ്ങ് സമർപ്പിക്കുക. സമർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഞാനൊക്കെ എന്റെ വീട് കണ്ടിട്ട് മാസങ്ങളായി. ഇപ്പോഴും കോഴിക്കോട് കുന്നമംഗലത്താണ് നിൽക്കുന്നത്. ഈ 3 വർഷം കൊണ്ട് വീട്ടിൽ എത്ര നാൾ പോയിട്ടുണ്ടെന്ന് വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞാൻ പോലും ചിന്തിക്കാറില്ല. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ കാര്യമുള്ളവര്? വീട്ടുകാർ പറഞ്ഞാൽ നമ്മളൊരു 5 വർഷം ഗൾഫിലാണ് ചിന്തിച്ചേക്കെന്ന് പറഞ്ഞു. ഗൾഫിലാണെങ്കിൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചപ്പോ എന്നെ വിളിക്കോ? ഇല്ല. കല്യാണം വന്നാൽ വിളിക്കോ? ഇല്ല. ഒന്നിനും വിളിക്കൂല. വിളിച്ചു കഴിഞ്ഞാലും പോവില്ല. നമ്മളിപ്പോ നമുക്കതല്ല. എന്നെ വിശ്വസിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. എനിക്ക് അവരെ രക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം എന്റെ കയ്യിലുണ്ട്. അതിനാണ് ഞാൻ സമയം കൊടുക്കണ്ടേ. ഈ കല്യാണത്തിന് വിളിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നവരോ അടുത്ത് പോയി ഞാൻ ഈ അവസരം പറഞ്ഞപ്പോൾ അവരെന്നെ പുറംകാലം കൊണ്ട് തൊഴിക്കുക ചെയ്തത്. പിന്നെ അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം? പട്ടിയെ പോകാൻ നിൽക്കണോ? വേണ്ട. ഒരാൾ പോലും എന്റെ കൂടെ വരാനില്ലാത്തപ്പോൾ എന്നെ വിശ്വസിച്ച്, എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന് എന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ് STC എന്ന് പറഞ്ഞ റാങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത്. അവർ കഴിഞ്ഞിട്ടേ ഇന്ന് ഏതൊരു കുടുംബക്കാരും ഏതൊരു സുഹൃത്തും എനിക്കുള്ളൂ. എന്റെ ടീം കഴിഞ്ഞിട്ടേ മറ്റെന്തും എനിക്കുന്നുള്ളൂ. അവരുണ്ടെങ്കിലേ നാളെ ഞാനുള്ളൂ. അപ്പൊ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ നാട്ടിലൊരു കല്യാണം വന്നു. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് ഞാൻ പറഞ്ഞാൽ 2 ദിവസം മുമ്പോ അല്ലെ തലേ ദിവസം പോവാണ്. ഇപ്പൊ നിങ്ങളുടെ ലേഡീസാ പോകുന്നതെന്ന് ചിന്തിക്കുക. ലേഡീസ് പോകുമ്പോ എന്ത് ചെയ്യും? കുറച്ച് പച്ചക്കറി അരിയാനുണ്ട്, ഒന്ന് പോയി ഒന്ന് അരിഞ്ഞ് സഹായിക്കണേ, ഒന്ന് അല്ല തേങ്ങ ചെറുവാനുണ്ട്, ഒന്ന് ചെറുവി കൊടുക്കേന്ന് പറയും. ഇപ്പൊ ആണുങ്ങളാ പോകുന്നത് എന്തറിയും? ആ കസാരയൊക്കെ ഒന്ന് എടുത്തിട്ട് എന്നൊന്ന് വിളമ്പാൻ കൂടിട്ടോ എന്ന് പറയും. ഇതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലൊരു പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ ഒരു ഫാമിലിയാണ് വരുന്നത്. അവര് വന്ന് കല്യാണം കൂടാൻ വരികയെന്ന് ചിന്തിക്കുക. അവരോട് ഈ വീട്ടുകാർ പോയി പറയോ അടുക്കളയിൽ പോയി പയറരിയെന്ന്? അല്ലെങ്കിൽ അവിടെ പോയി ഇത്തിരി ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുക്കുന്ന് പറയോ? ഇല്ല. അവരെ വേറെ രീതിയിലാണ് എന്ത് ചെയ്യുക? ആ ഫംഗ്ഷനിലേക്ക് അവര് ക്ഷണിച്ചു കൊണ്ടുപോവുക. നമുക്ക് കട്ടൻ ചായ തന്നെങ്കിൽ അവർക്ക് പാൽ ചായ ആയിരിക്കും കൊടുക്കുക. നമുക്ക് ചിപ്സും മിച്ചറ തന്നെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കേക്കായിരിക്കും. എന്താണ് ആ സ്ഥാനത്തേക്ക് അവരെ മാറ്റിയത്? പണം. പണമാണ് അവരെ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റിയത്. നാളെ നിങ്ങളുടെ കയ്യിലും അതുണ്ടോ? ഇന്നൊരു കല്യാണത്തിന് വിളിക്കുമ്പോൾ ഓട്ടോ വിളിച്ചാൽ പോകുന്നതെങ്കിൽ നാളെ ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ ബെൻസ് കാറിൽ പോകുമെന്ന് നമ്മൾ തീരുമാനിക്കുക. ആ ബെൻസിലാണ് നിങ്ങൾ പോയി ഇറങ്ങുന്നതെങ്കിൽ ഇതേ സ്വീകരണം നിങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിത് എന്ത് ചെയ്യും? വെറുതെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എല്ലാവരെയും എല്ലാ ഉയരങ്ങളിലും കാണട്ടെ എന്ന് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളോട് ആശംസിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഇതിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റട്ടെ. എന്ത് സപ്പോർട്ടിനും ഏത് സമയത്തും എന്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലെസ്റ്റൈൽ മാർക്കറ്റിംഗ്. താങ്ക് യു.